السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ദിവസം നമ്മൾ 272 വരെയാണ് കവർ ചെയ്തത്. ഇന്ന് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറ ആയത്ത് 273 നോക്കാം. للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم. അപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ളവരായ ദരിദ്രർക്കത്രേ ദാനധർമ്മങ്ങൾ നൽകേണ്ടത്. ഭൂമിയിൽ സഞ്ചരിക്കുവാൻ അവർക്ക് കഴിയുന്നതല്ല. ആത്മാഭിമാനം പാലിക്കുന്നത് നിമിത്തം അറിയാത്തവൻ അവരെ ധനികന്മാരായി കണക്കാക്കുന്നു. അവരുടെ ലക്ഷണം കൊണ്ട് അവരെ നിനക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവർ മനുഷ്യരോട് ബുദ്ധിമുട്ടിച്ച് ഒന്നും ചോദിക്കുകയില്ല. ഇങ്ങനെയുള്ളവർക്കത്രേ ദാനധർമ്മങ്ങൾ നൽകേണ്ടത്. നിങ്ങൾ നല്ലതായുള്ളത് എന്ത് ചെലവഴിക്കുന്നതായാലും അള്ളാഹു അതിനെക്കുറിച്ച് അറിയുന്നവനാകുന്നു. അപ്പം വാക്കർത്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. ലിൽ ഫുഖറ, ദരിദ്രർക്ക്. ഫഖീറിന്റെ പ്ലൂറല്. അല്ലദീന, യാതൊരുവരായ. ഉഹ്സിറു, അവർ തടയപ്പെട്ടു. സ്വാദ് റോ. ഫീ സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ. ലാ യസ്തതീഊന, അവർക്ക് കഴിയുകയില്ല. ത്വാ വാവ് ഐൻ. ദർബൻ, സഞ്ചരിക്കൽ. ത്വാദ് റോ ബ. ഫിൽ അർദി, ഭൂമിയിൽ. യഹ്സബുഹും, അവരെ കണക്കാക്കും. ഹ സീൻ ബ. അൽ ജാഹിൽ, അറിഞ്ഞുകൂടാത്തവർ. ജീം ഹ ലാം. അഗ്നിയ, ധനികർ. ഐൻ നൂൻ യ, ഐനിയന്റെ പ്ലൂറലാണ്. മിനത്തഅഫുഫ്, ആത്മാഭിമാനം പാലിക്കൽ കാരണം. ഐൻ ഫ ഫ. തഅരിഫുഹും, നിനക്ക് അവരെ മനസ്സിലാക്കാം. ഐൻ റോ ഫ. ബിസീമാഹും, അവരുടെ ലക്ഷണം കൊണ്ട്. സീൻ വാവ് മീം. ലാ യസ്അലൂന, അവർ ചോദിക്കുന്നതല്ല. സീൻ ഹംസ ലാം. അന്നാസ, ആളുകളോട്. ഇൽഹാഫ, ബുദ്ധിമുട്ടിച്ചുകൊണ്ട്. ലാം ഹ ഫ. വമാ തുൻഫിഖു, നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നതായാലും. മിൻ ഖൈരിൻ, നല്ലതിൽ നിന്ന്. ഫഇന്നല്ലാഹ, അപ്പോൾ നിശ്ചയമായും അല്ലാഹു. ബിഹി, അതിനെപ്പറ്റി. അലീം, നന്നായി അറിയുന്നവൻ. തഫ്സീറിലേക്ക് പോവാം. ലിൽ ഫുഖറാഇല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാ. ഇവിടെ ദാനധർമ്മങ്ങള് ആർക്കാണെന്ന് പറയുന്നത്? ഫുഖറ അല്ലെ, ഫക്കീറുകൾക്കാണ്. അവരുടെ എന്താ പ്രത്യേകത? ഉഹ്സിറു ഫീ സബീലില്ലാ, അവര് അള്ളാഹുവിന്റെ മാർഗത്തില് തടഞ്ഞു വെക്കപ്പെട്ടവരാണ്, റെസ്ട്രിക്റ്റഡ് ആയ ആൾക്കാരാണ്. എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. നമ്മള് സദഖയെ കുറിച്ച് മാത്രമല്ല സക്കാത്തിനെ കുറിച്ചും ഇപ്പം കഴിഞ്ഞ കുറച്ച് ആയത്തുകളിലെ പൊതുവെ ദാനധർമ്മങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇനിയും ഉണ്ട് ആയത്തുകള്.
അപ്പം ഏത് തരത്തിലുള്ള പണമാണ് അപ്പൊ നമ്മൾ സക്കാത്തായിട്ട് കൊടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാലും ഈവൻ സദക്കയായിട്ട് കൊടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാലും ഏത് തരത്തിലുള്ള ഏത് ക്വാളിറ്റിയിലുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു അല്ലെ. ഏറ്റവും നല്ലത് എന്ത് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ എന്ത് ഇഷ്ടപ്പെടുന്നോ അതാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് കണ്ടു. ഇനി ഈ ആയത്തില് നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനെ പറ്റി ഓൾറെഡി പല ആയത്തുകളിലായിട്ട് നമ്മൾ കണ്ടു അല്ലെ. ആർക്കൊക്കെ നമുക്ക് കൊടുക്കാം, ഏതൊക്കെ കോസിൽ ഏതൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് സദക്ക അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാം എന്നൊക്കെ നമ്മൾ പല സാഹചര്യങ്ങളിലായിട്ട് കണ്ടു. വിശക്കുന്നവർക്ക് കൊടുക്കാം, ഇനി എന്തെങ്കിലും കലാമിറ്റി ബാധിച്ചാലേ വെള്ളപ്പൊക്കം അങ്ങനത്തെ ബാധിച്ചവർക്ക് കൊടുക്കാം, ആളുകളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യത്തിന് കൊടുക്കാം, വീടുണ്ടാക്കാൻ കൊടുക്കാം, വീട് പൊളിഞ്ഞവർക്ക് അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ കൊടുക്കാം, പിന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഇപ്പൊ യതീമുകൾക്ക് കൊടുക്കാം, മിസ്കിന്മാർക്ക് കൊടുക്കാം, അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾക്ക് കൊടുക്കാം എന്ന് കണ്ടു. പക്ഷെ ഇവിടെ ബെസ്റ്റ് അത്തരത്തിലുള്ള കൂട്ടത്തില് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള, അതായത് സദക്ക ഏറ്റവും അർഹിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സദക്ക കൊടുത്തു കഴിയുമ്പം കൂടുതൽ പ്രതിഫലവുമാണ്. സുബ്ഹാനല്ലാഹ്. ആരാണ് ആ കൂട്ടർ എന്നുള്ളത് നോക്കാം. ഏത് ടൈപ്പ് ആൾക്കാരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്പോൺസർ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ചാരിറ്റി കൊടുക്കാൻ വേണ്ടി പറയുന്നത് ഈ ആയത്തിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അള്ളാഹു പറയുന്നു ലിൽ ഫുഖറ. ലിൽ ഫുഖറ എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളില് അസ്സദഖാത്തു ലിൽ ഫുഖറ അല്ലെ. സദഖ നിങ്ങൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ചാരിറ്റി നിങ്ങൾ ചെയ്യേണ്ടത് ഫുഖറാനാണ്. അവ നിങ്ങളുടെ സദഖയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഫുഖറ. ഫുഖറ നമുക്കറിയാം ഫക്കീറിന്റെ പ്ലൂറലാണ്. അപ്പം ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഒന്നും കയ്യിലില്ലാത്തവർ. ഒരു മിസ്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു അവർക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാത്ത, അവരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ അത് തികയുന്നില്ല, അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അത് എത്തുന്നില്ല. ഫക്കീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു എംപ്റ്റി ഹാൻഡഡ്, ഒന്നും കയ്യിലില്ലാത്ത, ബാങ്ക് അക്കൗണ്ട് ഇല്ല, സീറോ ആയില്ല, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തന്നെ ഇല്ലാത്ത, അല്ലെങ്കിൽ അവനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൊടുക്കാൻ ഒരു ഇൻപുട്ട്, ഒരു മൂലധനം ഇല്ലാത്ത അല്ലെ. എന്തെങ്കിലും അവന്റെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കഴിയാത്ത, അങ്ങനെയുള്ള ആളുകളാണ് ഫക്കീർ. അല്ലെങ്കിൽ ഒരു വീടില്ലാത്ത, സ്വന്തമായിട്ടൊരു വാഹനം ഇല്ലാത്ത, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ഒരു ഫോണ് പോലും ഇല്ലാത്ത, അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ഫക്കീർ എന്ന് പറയുന്നത്. പക്ഷെ ആളുകൾ ഫക്കീർ ആവാൻ പല കാരണങ്ങളാണ് അല്ലെ. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ് ഫക്കീർ ആവാൻ വേണ്ടിയിട്ട്. ഒന്ന്, അവര് ചിലപ്പോൾ മാസങ്ങളോളം ജോലി ഇല്ലാണ്ട്, ചിലർക്ക് ജോലി ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അത് നഷ്ടപ്പെട്ടു, മാസങ്ങളോളം ജോലി ഇല്ലാണ്ട് പോകുമ്പോൾ അയാളുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ നീക്കിയിരിപ്പുകളൊക്കെ ഓരോന്നായിട്ട് എടുക്കേണ്ടി വരും അല്ലെ. അവർക്ക് ഫോൺ, ചിലപ്പം എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരു ബില്ല് അടയ്ക്കാനോ കാര്യത്തിനോ പൈസ കിട്ടാണ്ടാവുമ്പോൾ ചിലപ്പോൾ അവരവരെ ഫോൺ കൊണ്ടേ വെക്കും. ഇനി വീടിന് റെന്റിന് പൈസ കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ ചിലപ്പോൾ അവരുടെ വാഹനം എന്താണോ കയ്യിലുണ്ടായിരുന്നത് അത് ചിലപ്പം കൊടുക്കും. അങ്ങനെ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈവൻ റെന്റിന് പോലും പൈസ കൊടുക്കാൻ പറ്റാതെ, ഒന്നും ഇല്ലാതെ അവര് സഹായം മറ്റുള്ളവർക്ക് തേടേണ്ട ഒരു സാഹചര്യം വരാം. അപ്പം ആളുകൾക്ക് പല റീസൺ ആവാം ഫക്കീർ ആവാൻ. ഇനി വേറൊരു റീസൺ എന്ന് പറയുന്നത്, ചിലപ്പോൾ ചിലര് ഉപ്പയായിരിക്കും സ്പോൺസർ ചെയ്യുന്നത്. ഉപ്പ മരിക്കുകയാണ്, ഉപ്പൊക്കെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ള വരുമാനത്തിലായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള അവരുടെ ഒരു ഫാദർലി ഫിഗർ അല്ലെങ്കിൽ അവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ അതുപോലെ അവർക്ക് ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് അവരെത്തിപ്പെടാം. അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അത് നഷ്ടത്തിലായി, എന്തെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും രീതിയിൽ അത് നശിച്ചുപോയി, പിന്നെ അതിൽ നിന്ന് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് പറ്റുന്നില്ല, അവർക്ക് ഇൻഷുറൻസ് ഇല്ല, എന്തൊക്കെയോ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, അത് മൊത്തത്തിൽ നഷ്ടത്തിലായിപ്പോയി. അങ്ങനെ ആളുകൾ ഫക്കീർ ആവാറുണ്ട് അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പലതരത്തില് ആൾക്കാരെ പലതരത്തിലെ ആളുകൾ ഫക്കീർ ആവുന്നത് നമുക്കറിയാം. പല റീസൺസ് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. പക്ഷെ അള്ളാഹ് ഇവിടെ പറയുന്നത് ആ കൂട്ടത്തില് ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് ഫക്കീർ ഉണ്ട്, ഒരു പ്രത്യേക ടൈപ്പ് ഫക്കീറുകൾ. അവര് ഫക്കീർ ആവാനുള്ള ഒരു പ്രത്യേക റീസൺ ഉണ്ട്. ആ ടൈപ്പ് ഫക്കീറുകൾക്ക് കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് ഈ ടൈപ്പ് ഫക്കീറുകൾ ഫക്കീറാവുന്നത്? അവര് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ആയതുകൊണ്ട്. ലിൽ ഫുഖറാഇല്ലദീന ഉഹ്സിറൂ ഫീ സബീലില്ലാഹ്. അവർ അള്ളാഹിന്റെ മാർഗത്തിൽ റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട്, കൺഫൈൻഡ് ആയതുകൊണ്ട്. അതായത് ഉഹ്സിറു എന്നുള്ള വാക്ക് നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്. സ്വാദ് റ. ഇഹ്സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അല്ലെങ്കിൽ ചുറ്റും ചെയ്യപ്പെടുക, വലയം ചെയ്യപ്പെടുക. അപ്പം അത് വലയം ചെയ്യപ്പെട്ടതിനാൽ അതിൻ്റെ ഉള്ളിൽ ആയി പോവാം, മൂവ് ചെയ്യാൻ പറ്റാതെ
വേറെ എവിടെയെങ്കിലും പോവാൻ പറ്റാതെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ റെസ്ട്രിക്റ്റഡ് ആവുന്നതിന്, അവരുടെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുന്നതിനാണ് ഉഹ്സിറു എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഒരു പ്രത്യേക സാഹചര്യം കാരണം അവർക്ക് ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെന്റും അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അവർക്ക് പുറത്തു പോയി ഒരു ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റുന്നില്ല. കാരണം അവർ റെസ്ട്രിക്റ്റഡ് ആണ്. എവിടെയാണ് അവർ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത്? എന്താണ് അവരെ ചുറ്റിയിട്ടുള്ളത്? അവർ ഫീ സബീലില്ല, അള്ളാന്റെ മാർഗത്തിലായിട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആളുകൾ ജോലിക്ക് പോവാതിരിക്കാൻ, അല്ലെങ്കിൽ സമ്പാദിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാതിരിക്കാനും ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളാണ്. ചിലർക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ ചിലപ്പം പറ്റിയെന്ന് വരില്ല. അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ആവശ്യം ഉണ്ടാവും, അവർക്ക് ഈവൻ ജോലിയും ഒരു പക്ഷെ കിട്ടുമായിരിക്കും, പക്ഷെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. ഇനി വേറെ ചിലരുണ്ടാവും ഈ പറഞ്ഞ പോലെ അവർക്ക് സമയവും കഴിവും ഒക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ഒരു ജോലിയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്തതിന്റെ പേരിൽ അല്ലെ അവർ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ ആൾക്കാർ ഒരു സമ്പാദിക്കുന്നതിൽ നിന്ന് റെസ്ട്രിക്റ്റഡ് ആവാൻ അല്ലെ. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷനും എല്ലാം ഉണ്ടാവും, പക്ഷെ അവർ വേറെ പല ഉത്തരവാദിത്തങ്ങൾ, ഇപ്പം പ്രത്യേകിച്ച് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളും ക്വാളിഫിക്കേഷനും ഒക്കെ ഉണ്ടാവും, പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ വീട്ടിൽ എന്തെങ്കിലും കാരണങ്ങൾ, ചിലപ്പോൾ കുറെ കുട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും രോഗികളായിട്ടോ അങ്ങനെ വീടിനെ മാനേജ് ചെയ്യേണ്ട കാര്യം, ആ ഒരു റെസ്ട്രിക്ഷൻ കാരണം അവർക്ക് സമ്പാദിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. ഓക്കെ, അപ്പം അങ്ങനെ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വരാം. ഒരാൾക്ക് ലൈക്ക് അത് നിന്ന സ്ഥലത്ത് നിന്ന് നീങ്ങാൻ പറ്റാണ്ട് ഒരു സമ്പാദിക്കാൻ പറ്റാത്ത പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വരാം. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിക്ക്, ഫക്കീറുകൾക്ക് അവരുടെ റെസ്ട്രിക്ഷൻ എന്താണ്? എന്തുകൊണ്ട് അവർക്ക് സമ്പാദിക്കാൻ പറ്റാതെ? അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആയതുകൊണ്ട്. കാരണം ഏതൊരു വ്യക്തിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഒരു ദിവസത്തിൽ 24 മണിക്കൂറേ ഉള്ളൂ അല്ലെ. അപ്പം അവർ തീരുമാനിക്കുകയാണ് എൻ്റെ ഈ 24 മണിക്കൂറിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്. ചിലർ അവരുടെ ജീവിതത്തിൽ മെയിനായിട്ട് അവർ ജോലിക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് സമ്പാദിക്കാൻ തീരുമാനിക്കും. എന്നാൽ വീട്ടില് നമ്മുടെ കുടുംബത്തിലെ വേറെ ചിലർ അവരെ മെയിൻ എന്ന് പറയുന്നത് പഠിക്കലായിരിക്കും. വേറെ ചിലർ വീട്ടിൽ നിന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും മക്കളെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ. അങ്ങനെ ഓരോരുത്തരുടെയും തീരുമാനം, അതായത് അവരുടെ 24 hours അവർ മെയിൻ ആയിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ള അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ തീരുമാനങ്ങളാണ്. ഇനി ചിലർക്ക് ഡബിൾ ട്രിപ്പിൾ ജോബ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, ജോബ്സ് അവൈലബിൾ ആയിരിക്കും, പക്ഷേ ചെയ്യാൻ പറ്റുമോ? കാരണം ഒരു വ്യക്തിക്ക് ഒരു ദിവസം 24 മണിക്കൂറിൽ എത്ര മാക്സിമം എടുത്തു കഴിഞ്ഞാലും 10 മണിക്കൂർ 15 മണിക്കൂറിന് അപ്പുറമൊന്നും ഒരാൾക്കും വർക്ക് ചെയ്യാൻ പറ്റൂല അല്ലെ. അതിന്റെ മേലെ ഒരാൾക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അയാൾക്ക് വേറെ അയാളുടേതായ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു ലിമിറ്റഡ് എമൗണ്ട് മാത്രമേ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും. അപ്പം ലിമിറ്റഡ് എമൗണ്ട് മാത്രമേ ഉണ്ട്. അപ്പൊ പറഞ്ഞ ആളൊന്ന് എക്സിറ്റ് ചെയ്തിട്ട്. അപ്പം ഒരാൾക്ക് ഒരു ലിമിറ്റഡ് എമൗണ്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം ഒരു വ്യക്തി അള്ളാന്റെ മാർഗത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഓക്കെ, അയാൾ അള്ളാന്റെ മാർഗത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് എവിടെയാണ് ഇതുപോലെ പോയി ജോലി ചെയ്ത് സമ്പാദിക്കാൻ സമയം കിട്ടുക? അവർക്ക് ആ സമയം ഉണ്ടാവില്ല അല്ലെ. അവരുടെ സമയം എന്ന് പറയുന്നത് അള്ളാന്റെ മാർഗത്തിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. അപ്പൊ അവർക്കൊരു ബിസിനസ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു ജോലിയിൽ കയറി, കാരണം ഒരു ബിസിനസ് ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ എന്തിനും അതിൻ്റെതായ ഒരു ടൈം ഡിമാൻഡ് ഉണ്ട് അല്ലെ. ഒരു ദിവസം എത്ര മണിക്കൂറെങ്കിലും അവർ അതിനകത്ത് കൊടുക്കണം. ഒരു ജോലിയാണെങ്കിൽ അവർക്ക് ഇത്ര സമയം കൊടുക്കണം എന്നുണ്ടാവും. അപ്പം അവർ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് കൊണ്ട് അവർക്ക് സമയമില്ല എന്തിന്, ഈ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. അപ്പം അവർക്ക് സമ്പാദിക്കാൻ മാർഗമില്ല, അവർ റെസ്ട്രിക്റ്റഡ് ആണ്. സിറു ഫീ സബീലില്ല അല്ലെ, അള്ളാന്റെ മാർഗത്തിൽ അവർ റെസ്ട്രിക്റ്റഡ് ആണ്, അവർക്ക് മൂവ്മെന്റ് നടക്കുന്നില്ല. അപ്പം എന്താണ് അവർക്ക് ജീവിക്കാനുള്ള അവരുടെ വരുമാന മാർഗം? അവരെന്ത് ചെയ്യുക? അള്ളാന്റെ മാർഗത്തിൽ ചെയ്യുന്ന പണി അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പണം സമ്പാദിക്കാൻ ഇറങ്ങുക അല്ലെ. അതാണ് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള കാര്യം. ബാലൻസ്, അവർക്ക് ഒരു ബാലൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. എന്നിട്ട് ബാക്കിയുള്ള സമയത്ത് കുറച്ച് അള്ളാന്റെ മാർഗത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക, കുറച്ച് വോളണ്ടിയർ ചെയ്യുക, എന്തെങ്കിലും ഒരു ഇവന്റിലൊക്കെ പങ്കെടുക്കുക, അങ്ങനെ ചില ചാരിറ്റി ഡ്രൈവിലൊക്കെ പങ്കെടുക്കുക, ചില ക്ലാസ്സുകളിൽ പങ്കെടുക്കുക, അങ്ങനെ അതായത് അയാൾ ജോലി ചെയ്യുന്നു, ബാക്കിയുള്ള സമയം കുറച്ച് അള്ളാന്റെ മാർഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. പക്ഷേ ചില കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈവൻ അള്ളാന്റെ മാർഗത്തിലും ആൾക്കാർ പാർട്ട് ടൈം വർക്ക് ചെയ്താൽ
മതിയാവാതെ. അപ്പം ഈ പറഞ്ഞ ആള് അയാൾക്ക് സമ്പാദിക്കാൻ ഒരു മാർഗവും ഇല്ലാണ്ടാവുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ മാർഗത്തിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിർത്തിയിട്ട് പകരം അയാൾ അയാളുടെ ജോലി ചെയ്യുന്നു, എന്നിട്ട് കുറച്ച് സമയം അള്ളാഹിന്റെ മാർഗത്തിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെയ്യുന്ന എല്ലാ ജോലികളും ഇതുപോലെ പാർട്ട് ടൈം ആയിക്കൊള്ളണം എന്നില്ല അല്ലെ. ഇപ്പൊ ചിലത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു വീക്കെൻഡിൽ ഒരു ക്ലാസ്, അല്ലെങ്കിൽ ഒരു ഇവന്റിന്റെ വോളണ്ടിയറിങ്, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു ചാരിറ്റി ഡ്രൈവ്, അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പങ്കെടുക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ അള്ളാഹിന്റെ മാർഗത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ പാർട്ട് ടൈം ആയിക്കൊള്ളണം എന്നില്ല അല്ലെ. ചിലപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ നടത്തുകയാണെങ്കിൽ അവർക്കൊക്കെ ഫുൾ ടൈം വർക്ക് ചെയ്തെങ്കിലേ അത് സക്സസ്ഫുൾ ആവുള്ളൂ അല്ലെ. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒരു മെസ്സായിരിക്കും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാം, നമ്മള് നൂർ സോദരി ആയിക്കോട്ടെ, മിഷ്കാത്ത് ആയിക്കോട്ടെ, നമ്മളെല്ലാവരും പാർട്ട് ടൈം ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലെ. എല്ലാവർക്കും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മെയിൻ കാര്യങ്ങൾ അപ്പുറത്തുണ്ട്. ചിലർക്ക് കുടുംബങ്ങൾ നോക്കുന്നത്, ചിലർ ജോലിയായിട്ടും അങ്ങനെ. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ അതൊരു കംപ്ലീറ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു അക്കാഡമി ആയിട്ടോ അങ്ങനെയൊന്നും നമ്മളിവിടെ നടത്തുന്നില്ല. അത് അങ്ങനെ നമ്മളിത് അക്കാഡമി എങ്ങാനും ആക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ പാർട്ട് ടൈം ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് കംപ്ലീറ്റ് കുഴപ്പമില്ല, ആകെ പ്രശ്നം. അപ്പം അതുപോലെ ഒരു പ്രോപ്പർ ഓർഗനൈസേഷൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നടത്തണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവര് ഫുൾ ടൈം അവിടെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സംഭവം തന്നെ അത് കുളം തോന്നും. കാരണം അത്രയും ടൈം അവിടെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും അല്ലെ. അത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പം അങ്ങനെ ഒരു വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഞാൻ ഉദാഹരണങ്ങളായിട്ട് പറയാണ് കേട്ടോ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാഡമി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമാജിൻ ചെയ്യാൻ പറ്റും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ആള് ഒരു ഫുൾ ടൈം അള്ളാഹിന്റെ മാർഗത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്കും ഈ പറഞ്ഞ പോലെ 24 മണിക്കൂറേ ഉള്ളൂ അല്ലെ. അയാള് ഒരു 9 to 5, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ജോലിക്കും അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ട്. അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വേണ്ടിയിട്ട് അയാൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അയാൾ അത്രയും ടൈം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എവിടെയാ സമ്പാദിക്കാൻ സമയമില്ല അല്ലെ. അപ്പം അല്ലദീന ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹിന്റെ മാർഗത്തിൽ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തത് കൊണ്ട് അവർ കൺഫൈൻഡ് ആണ്, റെസ്ട്രിക്റ്റഡ് ആണ്. അള്ളാഹിന്റെ മാർഗത്തിൽ അവർ സമയം ചെലവഴിക്കുന്നുണ്ട്. അവരുടെ സമയം മുഴുവനും റെസ്ട്രിക്റ്റഡ് ആണ്. ഈവൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും മുമ്പുണ്ടായിരുന്ന സമ്പാദ്യം ഉണ്ടെങ്കിൽ അതും ഒരു പക്ഷേ ഉപയോഗിച്ച് തീർന്നിട്ടുണ്ടാവും അല്ലെ. അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ മാർഗത്തിലേക്ക് അവർ ഇടുന്നുണ്ടാവും അല്ലെ, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതും തീർന്നിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അവരുടെ സേവിങ്സ് പോലും തീർന്നിട്ടുണ്ടാവും. അവരുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല അല്ലെ. ഫക്കീറായി മാറാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവരെന്താ ചെയ്യുക? മതിയില്ലേ, അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നതൊക്കെ നിർത്തിയിട്ട് പോയി പൈസ ഉണ്ടാക്കാം. ഓക്കെ, അവർ പൈസ ഉണ്ടാക്കിക്കോട്ടെ, പക്ഷെ ഈ പണി ആര് ചെയ്യും? അള്ളാഹിന്റെ മാർഗത്തിൽ അവർ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന പണി, ആ പണി ആര് ചെയ്യും? ആരും ചെയ്യാനുണ്ടാവില്ല അല്ലെ. അപ്പൊ അവരെന്തായി? ഇൻ എഫക്ട് ലിൽ ഫുഖറാ ഇല്ലദീന ഉഹ്സിറു, അതായത് ഫുഖറാ ഇല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹ് ഇല്ലേ. അള്ളാഹിന്റെ മാർഗത്തിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫക്കീറായി മാറി. കാരണം അവർ ചൂസ് ചെയ്യാണ് എന്ത്? അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനാണ് എന്റെ സമയം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് സമ്പാദിക്കാൻ അവിടെ വകുപ്പില്ലാതായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നിങ്ങളുടെ സ്വതക്കകളിൽ ഏറ്റവും അധികം ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ടൈപ്പ് ഫുഖറ, ഈ ടൈപ്പ് ഫക്കീറുകള്. സുബ്ഹാനല്ലാഹ്. അവരുടെ സമയം അവർക്കും സമ്പാദിക്കായിരുന്നു, അവർക്കും പൈസ ഉണ്ടാക്കായിരുന്നു ജീവിക്കാൻ വേണ്ടിയിട്ട്. അവര് പക്ഷെ അതിനുള്ള സമയം അവരെന്തിനാ ഡെഡിക്കേറ്റ് ചെയ്തത്? അള്ളാഹിന്റെ മാർഗത്തില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലേക്ക് പോയി നോക്കാം. അവിടെ നമുക്കറിയാം പലരും മദീനയിലേക്ക് ഹിജ്റ വന്ന ആൾക്കാർ, അത് മക്കയിൽ നിന്ന് മാത്രമല്ല വേറെ പല സ്ഥലങ്ങളിൽ നിന്നും ഹിജ്റ വന്ന ഉണ്ടായിരുന്നു അല്ലെ. അപ്പം അവരവരുടെ വീടുകളും അവരുടെ കച്ചവടങ്ങളും, അവർ ഏത് നാട്ടിലാണോ ഉള്ളത് അവിടെ ആയിരിക്കും അവരുടെ സ്വാഭാവികമായും അവരുടെ സ്ഥലം, വീടും കാര്യങ്ങളും ഒക്കെ അല്ലെ. അപ്പൊ അവരതൊക്കെ ഉപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് വന്ന കുറേ ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. അവരിൽ പലരും നമുക്കറിയാം മസ്ജിദില്, പള്ളികളിൽ താമസിച്ചിരുന്ന ആൾക്കാരുണ്ട് അല്ലെ. അവരുടെ 24 മണിക്കൂറും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പഠിക്കുക, ദീൻ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക, പല നിയമങ്ങൾ പഠിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടില്ല. അവരുടെ കുടുംബങ്ങളും അവരുടെ കച്ചവടങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് അവര് ഈ ഒരു കാര്യത്തിന് വേണ്ടി, ദീൻ പഠിക്കാനും ദീൻ പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ആൾക്കാരായിരുന്നു അല്ലെ. അപ്പം അവരുടെ ആവശ്യങ്ങൾ വരുമ്പം സുബ്ഹാനല്ലാഹ്
അവരെന്തെങ്കിലും ജോലി ചെയ്യണം, അല്ലാതെ അവർക്ക് എങ്ങനെയാ കിട്ടുക അല്ലെ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവരാണെങ്കിലോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആൾക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരിക്കുക, ദീൻ പഠിക്കുക, ദീനിന് വേണ്ടിയിട്ട് ഇതായിരിക്കും. അപ്പം ഒരു യുദ്ധം വന്നാൽ പോലും എവിടുന്ന പെട്ടെന്ന് ഒരു സൈന്യത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ആ കാലത്ത് എന്ന് വെച്ചാൽ അല്ലെ, നമ്മൾ ഇന്നത്തെ ഇന്ത്യയിലും മറ്റു കൺട്രീസിലൊന്നും ഉള്ളതുപോലെ ഒരു ആർമീനെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല അല്ലെ. പെട്ടെന്നൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എവിടുന്ന പെട്ടെന്ന് ഉണ്ടാകുക? മെയിൻ ആയിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ ഉണ്ടാവുക. അതായത് ദീനിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത, അവരുടെ ജീവിതകാലം മുഴുവൻ ദീനിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു കൂട്ടം ആളുകൾ എപ്പോഴും ഉണ്ടായിരുന്നു. അവരാണ് പെട്ടെന്ന് ഈ ആർമി ആയിട്ടും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിലേക്കും ഒക്കെ തയ്യാറായി വരുന്നത് അവരാണ്. കാരണം അല്ലാത്ത ആൾക്കാർ ഇപ്പം അതല്ലാത്ത കുറെ ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. അവർക്ക് സ്വന്തമായിട്ട് തോട്ടങ്ങളുള്ള ആൾക്കാരുണ്ടാവും, സ്വന്തമായിട്ട് മൃഗങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ സ്ഥിരമായിട്ട് അതിന്റെ കെയർ ആവശ്യമുണ്ട് അല്ലെ. അവർക്ക് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കംപ്ലീറ്റ് യുദ്ധത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ഇപ്പുറത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സുകൾ ഒക്കെ താറുമാറാവും. ചിലർ ബിസിനസ്സിന് ഇപ്പം അന്നത്തെ കാലത്തൊക്കെ ബിസിനസിന്റെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസമൊക്കെയാണ് പോകേണ്ടത് അല്ലെ. അപ്പൊ അവർ ചിലപ്പോൾ ബിസിനസ് യാത്രയിലായിരിക്കും. അപ്പൊ അവർക്ക് ഇതുപോലെ യുദ്ധങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള യുദ്ധങ്ങളിലും കാര്യങ്ങളിലൊക്കെ മെയിൻ ആയിട്ട് പെട്ടെന്ന് വരെ ആരാണ്? ഇത്തരത്തിലുള്ള ആളുകൾ അല്ലെ. എല്ലാം വെടിഞ്ഞ് അവരുടെ കച്ചവടം, അവരുടെ ജീവിതവും ഒക്കെ വെടിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുമ്പോൾ ഓടാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന മെയിൻ ആൾക്കാര് ഇവരാണ്. അല്ലാത്തവരും കൂടുന്നില്ല എന്നല്ല പറയുന്നത്, അല്ലാത്തവരും ഉണ്ടാവും. പക്ഷെ ഇവരാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക അല്ലെ. അവരുടെ കംപ്ലീറ്റ് ജീവിതം ദീനിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നത്. അത്തരത്തില് ഉള്ള ഒരു സഹാബയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ദീനിന് വേണ്ടിയിട്ട് അല്ലെ മാറ്റിവെച്ചിട്ട് കുടുംബവും ജീവിതവും സമ്പാദ്യം ഒന്നും ഇല്ലാതിരുന്ന ഒരു വ്യക്തി ആരാണ്? ആർക്കെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട് ഒഴിവാക്കി മദീനയിലേക്ക് വന്നതാണ് അല്ലെ. അതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നത് ഏകദേശം അവസാന കാലഘട്ടത്തിലേക്കാണ്. മദീനയിലെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, ഓൾമോസ്റ്റ് അവസാന കാലഘട്ടത്തിലേക്കാണ് വന്നത്. അദ്ദേഹം അവിടെ മദീനയിൽ വന്നിട്ട് കല്യാണം കഴിച്ചിട്ടില്ല, വീട് വാങ്ങിയിട്ടില്ല, ഒരു ജോലി ഉണ്ടായിരുന്നില്ല. ഫുൾ ടൈം ദീനിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്, ഫുൾ ടൈം ദീനിന് വേണ്ടി. ചില സമയത്ത് വിശന്നിട്ട് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ മൂപ്പര് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് അന്വേഷിച്ച് പോവും. എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാൻ. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണും, കണ്ടാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്യും, കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പൊ ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലേ. നമ്മള് ബോഡിക്ക്, നമ്മുടെ ശരീരത്തിന് നമ്മളുടെ മേലൊരു അവകാശം ഇല്ലേ? നമ്മളെ ശരീരവും നമ്മൾ നോക്കണ്ടേ. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താ മനസ്സിലാക്കിയത്? എനിക്ക് വളരെ കുറച്ച് വർഷങ്ങളേ ഉള്ളൂ ഇനി അല്ലെ, വളരെ കുറച്ച് സമയമേ ഉള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, മദീന കാലഘട്ടത്തിന്റെ അവസാനത്തിലേക്കാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്തിയത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുനിന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോ മൊമെന്റും പ്രീഷ്യസ് ആണ് അല്ലെ. അപ്പം എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എന്റെ സമ്പാദ്യത്തിന് വേണ്ടി ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ പലതും മിസ്സായി പോയേക്കാം. അപ്പം എന്റെ 100% ദീനിന് വേണ്ടി, ദീൻ പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഇന്ന് നമുക്ക് പാസ് ചെയ്ത് തന്നിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും അല്ലെ 1500 വർഷങ്ങൾക്ക് ഇപ്പുറത്തും നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് മെൻഷൻ ചെയ്യാതെ പോകുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, മിക്ക ക്ലാസ്സിലും ഉണ്ടാവും അല്ലെ. മിക്ക ക്ലാസ്സിലും നമുക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് നമുക്ക് കോട്ട് ചെയ്യാനുണ്ടാവും. അപ്പൊ നമുക്ക് ഇന്ന് ഇസ്ലാം ഉള്ള ഈ ഒരു രീതിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന് ഓക്കെ, ഞാൻ എന്റെ കുടുംബം ഉണ്ടാക്കട്ടെ, എന്റെ സമ്പാദ്യം ഉണ്ടാക്കട്ടെ, ഞാൻ പൈസ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, ആ ത്യാഗം അദ്ദേഹം ചെയ്തിട്ടില്ലായിരുന്നു ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇതുപോലെ ദീൻ ഒരു പക്ഷേ കിട്ടൂലായിരുന്നു അല്ലെ. പലപ്പോഴും അദ്ദേഹം വിശന്നിരുന്ന സമയങ്ങളുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല, സെറ്റിൽ ചെയ്തിട്ടില്ല, വീടുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല, സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഒറ്റയ്ക്ക് പള്ളിയിൽ താമസിച്ച് രാവും പകലും അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു അവസ്ഥയിലായത്? അല്ലെ, അള്ളാന്റെ മാർഗത്തിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പം അത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു മാതൃകയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്. അവർക്ക്, അദ്ദേഹത്തിന് എന്താണ്, ഭൂമിയിൽ സഞ്ചരിക്കാൻ കഴിവുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് നല്ല കേട്ടോ, ഞാൻ ഫുഖറാന്റെ കാര്യമാണ് പറയുന്നത് നമ്മളെ ഹദീസിൽ. അതായത് അള്ളാഹുവിന്റെ മാർഗത്തില് എന്താണ് തടയപ്പെട്ട ആളുകൾ, അവർക്ക് എന്താണ് ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്. യസ്തതിഊന എന്ന് പറഞ്ഞാൽ ഇസ്തിത്വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള
കഴിവ്. അപ്പൊ അവർക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നില്ല. എന്ത്? ബൊർബൻ ഫിൽ അർദ്, ഭൂമിയിൽ സഞ്ചരിക്കാൻ. ബൊർബ് എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം നമുക്കറിയാം, അടിക്കുക. ബൊറബ് എന്ന് പറഞ്ഞാൽ അടിക്കാൻ നമുക്കറിയാം അല്ലെ. പക്ഷെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബൊർബ് ഫിൽ അർദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ സഞ്ചരിക്കുക. അപ്പൊ അവർക്ക് ഭൂമിയിൽ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് സമയമില്ല, അവർക്ക് റിസോഴ്സസ് ഇല്ല അല്ലെ. ഒരു വാഹനം വേണം, അല്ലെങ്കിൽ അതിന് ചെലവഴിക്കണം പൈസ, അതൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം അവർക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് പറ്റൂലായിരുന്നു. എന്തിനാ ഒരു വ്യക്തി യാത്ര ചെയ്യുന്നത്? എവിടെയെങ്കിലും പോവാൻ അല്ലെ, സമ്പാദിക്കാൻ, കച്ചവടം ചെയ്യാൻ. ഇപ്പൊ ഒരു ജോലിയാണെങ്കിൽ പോലും നമ്മൾ രാവിലെ പോയി വൈകുന്നേരം വരേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലെ. ജോലി ചെയ്യാൻ നമുക്കൊരു അടുത്ത് തന്നെ പോയി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സർവീസ് ചെയ്തു കൊടുക്കാം. അപ്പൊ ഒരു തോട്ടം ഉണ്ടാർക്കെങ്കിൽ ആ തോട്ടത്തിന്റെ കാര്യങ്ങൾ നോക്കി വരണമെങ്കിലും അയാൾ സഞ്ചരിക്കണം അല്ലെ. അതിന് സമയം വേണം, അല്ലെങ്കിൽ അത് യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വേണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ സമയം വേണം അല്ലെ, പൈസ വേണം, യാത്ര ചെയ്യാൻ പറ്റണം. പക്ഷെ ഇവർക്ക് അതിനൊന്നുമുള്ള കഴിവുണ്ടായിരുന്നില്ല. കാരണം ഇവർ ഇത്രയും ബിസിയാണ്. അല്ലെങ്കിൽ അവർക്ക് സമ്പാദിച്ച് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു ഇൻപുട്ട് ഇടണം അല്ലെ, ഒരു മുതൽ ഇറക്കണം. അതിനവരിൽ പൈസ ഇല്ല, അതിന് കളയാൻ അല്ലെങ്കിൽ അതിന് സ്പെൻഡ് ചെയ്യാൻ അവരുടെ കയ്യിൽ ടൈമും ഇല്ല, അവരുടെ കയ്യിൽ ഒരു റിസോഴ്സസും ഉണ്ടായിരുന്നില്ല. സോ ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്, അവർക്ക് ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. ആൻഡ് അങ്ങനെയൊക്കെ ആണെങ്കിലും അതിന് ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ? യഹ്സബുഹുൽ ജാഹിലായിട്ടുള്ള വ്യക്തി, യഹ്സബു, അവര് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവര് കണക്ക് കൂട്ടുന്നത്, യഹ്സബു ഹാസീൻ ബ, ചിന്തിക്കുക അല്ലെങ്കിൽ കണക്കാക്കുക, ഹുസ്ബാൻ എന്നുള്ള വാക്കിൽ നിന്ന്. ജാഹിൽ ഫ്രം ജഹൽ, ജഹൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല, അറിവില്ലായ്മ, അല്ലെങ്കിൽ ജാഹിൽ എന്നുള്ള വാക്ക് എല്ലാവർക്കും അറിയാം, അറിവില്ലാത്ത ആള് അല്ലെങ്കിൽ വിവരമില്ലാത്ത ആള്. വിവരമില്ലാത്ത ആള് എന്താണ് യഹ്സബ്, അല്ലെങ്കിൽ എന്താണ് ഇവരെ കുറിച്ച് കണക്കാക്കുന്നത്, ഈ പറഞ്ഞ കൂട്ടരെ കുറിച്ച്? അവര് ഭയങ്കര റിച്ച് ആണ് അല്ലെ. അഗ്നിയ എന്ന് പറഞ്ഞാല് വനീന്റെ പ്ലൂറലിന്റെ വനീന്റെ പ്ലൂറൽ ആണ് അഗ്നിയ. വൈൻ നൂൻ യ, ഓക്കെ, വൈൻ നൂൻ യ. ഇവര് ഭയങ്കര റിച്ച് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ജാഹിലായിട്ടുള്ള ഒരു വ്യക്തി, ഇപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരാളെ കാണുമ്പോൾ അവൻ ഭയങ്കര റിച്ച് ആണ് അല്ലെ, അല്ലെങ്കിൽ ഇന്ന സഹാബി അവൻ ഭയങ്കര റിച്ച് ആണ്, അതിൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് നല്ലപോലെ പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ ടൈം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറ്റും. നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ അല്ലെ. നമുക്കൊക്കെ എന്തെല്ലാം ചെയ്യാനുണ്ട്, നമുക്ക് നമ്മളെ ജോലിയുണ്ട്, സമ്പാദ്യമുണ്ട്, കുട്ടികളെ നോക്കണം അല്ലെ, ആ കാര്യം ചെയ്യണം, ഈ കാര്യം ചെയ്യണം. അവരെ കയ്യിൽ ഇഷ്ടം പോലെ സമ്പാദിച്ചു വെച്ചത് ഉണ്ടാവും. അതുകൊണ്ടാണ് അവരിങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വിവരമില്ലാത്ത വിവരക്കെട്ട മനുഷ്യന്മാര് പറയും. അല്ലെങ്കിൽ പിന്നെ ആർക്കും അതിനൊക്കെ പറ്റുക അല്ലെ. അവന് ഭക്ഷണം കഴിക്കണ്ടേ, ഏറ്റവും ചുരുങ്ങിയത് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ അറിവില്ലാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ചിന്തിക്കും. യഹ്സബുഹുൽ ജാഹിലു അഗ്നിയ. അപ്പം എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്? ഈ അറിവില്ലാത്ത ആൾക്കാർ, ഇവര് ഭയങ്കര റിച്ച് ആണെന്ന്, ഇത്തരത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയതിൽ. ഇത്തരത്തിലുള്ള ഫക്കീറുകളെ കുറിച്ച് അവർ അഗ്നിയ ആണെന്ന് എന്തുകൊണ്ടാണ് ജാഹിലുകൾ വിചാരിക്കുന്നത്? മിന തഅഫുഫ് കൊണ്ട്. തഅഫുഫ് എന്ന് പറഞ്ഞാൽ അവരുടെ റെസ്ട്രെയിൻഡ് ആയിട്ടുള്ള സ്വഭാവം, അതായത് സംയമനത്തോടു കൂടിയുള്ള സ്വഭാവം കൊണ്ട്. തഅഫുഫ് ഐൻ ഫ താഫഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡസ്റ്റി എന്ന് പറയും, അതായത് പരിമിതമായിട്ടുള്ള ലജ്ജ. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് പുറത്തു പറയാനും ചോദിക്കാനും അവർക്ക് ഭയങ്കര ലജ്ജ എന്ന് പറയുമ്പം അവരെ ആ ഒരു അഭിമാനം അല്ലെ, അഭിമാനം അവരെ സമ്മതിക്കൂല. താഫഫ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് കാര്യം ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കലാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനാണ് താഫഫ് എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും അത് ലജ്ജ കാരണം, അല്ലെങ്കിൽ അവരുടെ സംയമനം കാരണം, അല്ലെങ്കിൽ അവർക്ക് അഭിമാനം കാരണം എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാതെ, എന്തെങ്കിലും കാര്യം ചെയ്യാതെ മാറി നിൽക്കുന്നതിനാണ് തഅഫുഫ് എന്ന് പറയുന്നത്. അപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ അദ്ദേഹത്തിന് നല്ല വിശപ്പാണെങ്കിലും അദ്ദേഹം എനിക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞിട്ടല്ല പുറത്തിറങ്ങും. ഭക്ഷണം എവിടെയെങ്കിലും കിട്ടുമോന്ന് അന്വേഷിച്ച് ഇറങ്ങിയാൽ പോലും എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ, ഞാൻ ഭയങ്കര ഹംഗ്രി ആണെന്ന്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിശപ്പുണ്ടെന്ന് അദ്ദേഹം പറയൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് വിശപ്പെന്ന് പറയുന്ന സംഭവം നമുക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ല അല്ലെ. എന്നാലും എന്തെങ്കിലും തരത്തിലൊക്കെ പെട്ടുപോയി ഒരു ദിവസം രാവിലെ മുതൽ ഉച്ച വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവരോട് പറയും എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ, എന്തെങ്കിലും കഴിക്കാണ്ടെങ്കിൽ രാവിലെ മുതൽ ആ പണിയായതുകൊണ്ട് ഈ പണിയായതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും തരുമോ അല്ലെ. നമ്മൾ വേഗം ചോദിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ എനിക്ക് പണീന്റെ തിരക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഭക്ഷണം എടുത്തു വെച്ചിരുന്നു, അപ്പോഴേക്കും എന്തെങ്കിലും ഒരു ഫോൺ കോൾ വന്നിട്ട് വിശന്നിട്ടുന്നൂടെ, എന്തെങ്കിലും തരുമോ. സുബ്ഹാനല്ലാഹ്. നമ്മളെന്തോ ഭയങ്കര സംഭവമായിട്ടാണ് അത് കാണുന്നത്. അത് എപ്പോഴെങ്കിലും അല്ലെ, ആണ്ടിലെ സംക്രാന്തിക്ക് ഒരു ദിവസമായിരിക്കും നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. പക്ഷേ ഇവര് സുബ്ഹാനല്ലാഹ് അള്ളാന്റെ മാർഗത്തില്
ചെലവഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് ചെയ്യുന്നത് അല്ലെ. എന്നാൽ പോലും എത്ര പ്രാവശ്യം വിശന്നു കഴിഞ്ഞാലും അവരുടെ മൊഡസ്റ്റി കാരണം, അവരുടെ അഭിമാനം കാരണം ആളുകളുടെ അടുത്ത് എത്ര ആവശ്യം വന്നു കഴിഞ്ഞാലും അവര് ചോദിക്കൂല. സുബ്ഹാനല്ലാഹ്. അപ്പം അറിവില്ലാത്ത ആൾക്കാർ വിചാരിക്കും ഓരോരുത്തൊക്കെ അത്യാവശ്യത്തിനുണ്ടല്ലോ, ഒരു ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇതിനിറങ്ങിയത്. അല്ലാത്ത മനുഷ്യന്മാരാരെങ്കിലും ഫുൾ ടൈം ഇത് ചെയ്യും അല്ലെ. സുബ്ഹാനല്ലാഹ്. അവരടുത്ത് ഇല്ലെങ്കിൽ അവർ ചോദിക്കേണ്ടതല്ലേ. അവരൊന്ന് നമ്മളടുത്ത് ചോദിച്ചൂടെ? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പലയിടത്തും പറയണ്ട, എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ എനിക്ക് ചോദിച്ചൂടെ. അപ്പൊ അവരുടെ അടുത്ത് ഇല്ലെങ്കിൽ അവർ ചോദിക്കൂലേ. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് അവർ ചോദിക്കാത്തത്? അവരുടെ കുലീനത കാരണം അല്ലെ, ഡിഗ്നിറ്റി കാരണം, മോഡസ്റ്റി കാരണം. സുബ്ഹാനല്ലാഹ്. യഹ്സബുഹുൽ ജാഹിലു അഗ്നിയാഅ മിന തഅഫുഫ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി വിശ്വാസികളെ നേരെ തിരിഞ്ഞിട്ട് പറയാണ്, തഅരിഫുഹും, നിങ്ങൾ തിരിച്ചറിയും. തഅരിഫുഹും, ആരോടാ അള്ളാഹ് ഇത് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തുടങ്ങി വെച്ചത് എവിടെയാണ്? ചാരിറ്റി കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് അല്ലെ. സദക്ക കൊടുക്കാൻ, നിങ്ങൾ സദക്ക കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അള്ളാഹ് പുതിയൊരു ഐഡിയ കൊണ്ട് വന്നതാണ് അല്ലെ. ഈ ആൾക്കാർക്ക് കൊടുത്താൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ, എന്തെങ്കിലും രീതിയിലൊരു സദക്ക ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹ് തുടങ്ങിയത് അല്ലെ. അപ്പോൾ ആ തരത്തിലുള്ള ആളുകളുടെ അടുത്ത്, സദക്ക ചെയ്യാൻ താല്പര്യമുള്ള സത്യവിശ്വാസികളുടെ അടുത്ത് നേരെ തിരിഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, തഅരിഫുഹും ഐൻ റാഫ, നിങ്ങൾ തിരിച്ചറിയും ഇവരെ. ആരെ? ഈ പറഞ്ഞ ആൾക്കാരെ അല്ലെ. ഈ ഫുഖറ, അള്ളാഹിന്റെ മാർഗത്തിൽ റെസ്ട്രിക്റ്റഡ് ആയത് കാരണം ഫക്കീറായ ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയും. അറിവില്ലാത്ത ആൾക്കാർ വിചാരിക്കും, ഓ ഇവർ ഭയങ്കര റിച്ച് ആണ്, ഇവർക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ആവശ്യം ഉണ്ടെങ്കിൽ അവർ ചോദിക്കേണ്ടതല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾക്ക് സദക്ക ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാം, താരിഫും, നിങ്ങൾ തിരിച്ചറിയും, ബിസീമാഹും, അവരുടെ അടയാളങ്ങൾ കാരണം. സീമാഹും, വാവ് സീൻ മീം, വസ്മ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുകളിൽ ഒരു അടയാളം, ഒരു മാർക്ക് ഇടുക. സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക്. ഓക്കെ. അപ്പൊ നിങ്ങൾ അവരെ എന്താണ് മാർക്ക് എന്ന് പറയുന്നത്? ഈ അടയാളം എന്നുള്ള അർത്ഥത്തിലുള്ള മാർക്കാണ്. അപ്പം നിങ്ങൾ അവരെ അവരുടെ അടയാളം കൊണ്ട് തിരിച്ചറിയും. ആരെങ്കിലും വിശന്നിരിക്കുകയാണെങ്കിൽ അവരുടെ മുഖത്ത് നിന്ന് അത് അറിയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അവര് വിശന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ടയേർഡ് ആണെങ്കിൽ അവരുടെ മുഖത്ത് നിന്ന് അത് തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗെദറിലൊക്കെ പോയി അവിടെ ഒരു കുട്ടി ഭയങ്കര ഒച്ചപ്പാടും വിളിയാക്കുന്നുണ്ട്, കരച്ചിലും ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നമ്മൾക്ക് അറിയാത്ത ഒരു കുട്ടിയാന്ന് വിചാരിക്കാം. നമ്മൾ പഠിച്ചോന് എന്താ ഈ കുട്ടി ഇങ്ങനെ, എന്തൊരു കരച്ചിൽ, എന്തൊരു ഒച്ചയും ബഹളവും ആണ് അല്ലെ. ഒരു നാച്ചുറൽ വേ ഓഫ് മനസ്സിൽ വരുന്ന റെസ്പോൺസ് അത്. നമ്മൾ ചിലപ്പോൾ പുറത്ത് അതല്ല കാണിക്കുന്നതെങ്കിൽ പോലും ഇതെന്തിനെങ്ങനെ ആർഭാടാക്കുന്ന കുട്ടി, ഇതെന്തിനെങ്ങനെ കരഞ്ഞു പൊളിക്കുന്നത്. പക്ഷെ കുട്ടീന്റെ ഉമ്മ വന്നിട്ട് ആ കുട്ടീനെ കാണുമ്പോൾ ഉമ്മക്ക് അറിയാം, ഇത് ഭക്ഷണം കഴിക്കാത്തോണ്ടാണ് അല്ലെ, അല്ലെങ്കിൽ പാല് കൊടുക്കാത്തോണ്ട്, അല്ലെങ്കിൽ ഉച്ചക്ക് ചോറ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് എന്ന് ഉമ്മക്കത് മനസ്സിലാവും. കുട്ടീന്റെ മുഖത്തുള്ള അടയാളം കാണുമ്പോൾ, അല്ലെങ്കിൽ കുട്ടീന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഉമ്മക്ക് മനസ്സിലാവും, ഇത് മോന് വിശന്നിട്ടാണ്, അപ്പൊ ഭക്ഷണം കൊടുത്താൽ ഈ പ്രശ്നം മാറുന്നു അല്ലെ. അതുകൊണ്ടാണ് അവന് ഇങ്ങനെ ആയിരിക്കുന്നത്, അതുകൊണ്ടാണ് അവൻ ഈ രീതിയിൽ പെരുമാറുന്നത്. എന്തുകൊണ്ടാണ് ഈ ഉമ്മക്ക് മനസ്സിലാവുന്നത്? കാരണം ഉമ്മക്ക് ഈ കുട്ടീന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ. ഉമ്മക്ക് ഈ കുട്ടീന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഉമ്മക്ക് എന്റെ മോനെ അല്ലെങ്കിൽ മോൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇത് ഏതോ ഒരു കുട്ടി, ഇതിന്റെ ഒച്ചയും വെള്ളം ഒന്ന് മാറിയിരുന്നെങ്കിൽ മനുഷ്യന് ഇവിടെ സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അവരിതിനെ നോക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കുട്ടീന്റെ ഒച്ചന്റെയും വിളിന്റെയും പിന്നിൽ എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ അള്ളാഹു താരിഫുഹും ബിസീമാഹും എന്ന് പറയുന്നത് ആരടുത്താണ്? ഈ പറഞ്ഞ ഫുഖറാകൾക്ക് സദഖ കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്താണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാത്ത പൊതുജനങ്ങള് അല്ലെങ്കിൽ ജാഹിലുകൾ എന്താ പറയാ, ഇവര് അഗ്നിയാണെന്ന് പറയും. ഇപ്പൊ ഈ കുട്ടീനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞല്ലോ, മറ്റുള്ളവർ പറയും കുട്ടി എന്തെയോ ഒച്ചയും വെള്ളം ഉണ്ടാക്കുന്നത്, അത് വെറുതെ കളിക്കാന്ന് പറയില്ലേ. പക്ഷെ ഉമ്മ വന്നപ്പോ ഉമ്മക്ക് കുട്ടിയിൽ താല്പര്യം ഉള്ളതുകൊണ്ട്, കുട്ടീന്റെ വെൽവിഷർ ആയതുകൊണ്ട് ഉമ്മക്ക് മനസ്സിലായി എന്റെ മോന് വിശന്നിട്ടാണ്. അതുപോലെ നമ്മൾ ഇത്തരത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ റെസ്ട്രിക്റ്റഡ് ആയവർക്ക് സദഖ ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മൾ സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് ആ ടൈപ്പ് ആൾക്കാരെ തിരിച്ചറിയാനുള്ള വഴിയുണ്ട്. താരിഫുഹും ബിസീമാഹും, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അവര് ആവശ്യക്കാരനാണോ എന്ന്. അത് അവരുടെ അവരുടെ മുഖത്തത്, അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളില്, അവരുടെ രീതികളില് അത് പ്രകടമായിരിക്കും. അവര് നിങ്ങളോട് വാക്കുകൊണ്ട് ചോദിക്കണം എന്നില്ല, അവര് നിങ്ങളോട് യാചിക്കണം എന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇത് ശരിക്കും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു ബ്ലെസ്സിങ്ങും കൂടിയാണ്, ഇങ്ങനെ അവർ ചോദിക്കണം എന്നില്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്കൊരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളുടെ അടുത്ത്, അതായത് ഒരു സഹാബിനെ ഉപദേശിക്കുന്നുണ്ട്. വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നിനക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ അള്ളാന്റെ അടുത്ത് ചോദിക്കുക, നീ ആൾക്കാരുടെ അടുത്ത് ചോദിക്കരുത്,
അള്ളാന്റെ അടുത്ത് മാത്രം ചോദിച്ചാൽ മതി. ഇത് ഈ പറഞ്ഞ ആളുകൾ അല്ലെ, ഈ അള്ളാന്റെ മാർഗത്തിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാര് അവര് ഒരിക്കലും അവര് എന്താക്കും, മനുഷ്യന്മാരെടുത്ത് ചോദിക്കൂല, അള്ളാന്റെ അടുത്തേ ചോദിക്കുള്ളൂ. അപ്പം അള്ളാഹ് അവരെ മുഖത്ത് നിന്ന് അതായത് അവരിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അവരുടെ മുഖത്ത് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അത് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിനെ ഉപദേശിക്കുകയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആളുകളുടെ അടുത്ത് ചോദിക്കല്ലേ, അള്ളാന്റെ അടുത്ത് മാത്രം ചോദിക്കേ. ഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാ, നീ എന്തെങ്കിലും സഹായം തേടുകയാണെങ്കിൽ നീ അള്ളാന്റെ അടുത്ത് മാത്രം സഹായം തേടുക. സുബ്ഹാനല്ലാഹ്. ചില പണ്ഡിതന്മാര് അവര് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈവൻ മറ്റുള്ളവർ ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമാണെങ്കിൽ പോലും, ഓക്കെ, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമാണെങ്കിൽ പോലും നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കരുത്, അള്ളാന്റെ അടുത്ത് ചോദിക്കേ. ഓക്കെ, അള്ളാഹ് അത് അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് എനിക്ക് ഭയങ്കര ദാഹം എന്ന് അള്ളാന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹ് നിങ്ങളെ മുമ്പിലുള്ള അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ആരിലൂടെയാണോ അള്ളാഹു ആ ഉത്തരം തരാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കും, നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തരണം എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ നിങ്ങളെ ഭക്ഷണം നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ അത് അവരുടെ ഹൃദയത്തിൽ അള്ളാഹ് ഇട്ട് കൊടുക്കും. ശരിക്കും വളരെ സട്ടിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പോലും പ്രയാസമുള്ള ഒരു കാര്യമാണിത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആളുകൾക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ പോലും നിങ്ങൾ അള്ളാന്റെ അടുത്ത് ചോദിക്കുക. ഞാൻ ചെറിയൊരു സൈഡ് നോട്ട് കൊണ്ടുവരികയാണ് ഇവിടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിവിടെ ലൈവ് സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ, ഒരുപാട് ചോദ്യങ്ങൾ, ഫിക്ഷി ആയിട്ടുള്ള ചോദ്യങ്ങളും ഈവൻ ജീവിതത്തിലെ പ്രശ്നങ്ങളും അതിന്റെ സൊല്യൂഷൻസും ഒക്കെയുള്ള ആയിട്ട് വരാറുണ്ട്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ അള്ളാന്റെ അടുത്ത് ചോദിക്കണം. ഈ അള്ളാന്റെ അടുത്ത് ചോദിക്കുന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങോട്ട് നമുക്ക് തലയിലേക്ക് കയറാറില്ല അല്ലെ, ഉള്ളിലേക്ക് പലപ്പോഴും കയറാറില്ല. അള്ളാഹ് പഠിപ്പിക്കും, അള്ളാഹ് പരിഹാരം തരും എന്നൊക്കെ പറയുമ്പോൾ അത് കയറാത്തത് കൊണ്ടാണ് പലപ്പോഴും അല്ലെ വീണ്ടും വീണ്ടും ഈ ചോദ്യങ്ങൾ വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടുത്തെ ശരിക്കും ടിപ്പ് എന്താണെന്നറിയോ, അള്ളാഹ് പഠിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അള്ളാഹ് പരിഹാരം തരാനുള്ളത് നമ്മൾ അള്ളാഹ് ഓൾറെഡി പഠിപ്പിച്ച കാര്യങ്ങളുണ്ടാവും അല്ലെ, അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം, പരമാവധി ചെയ്യാൻ ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വീണ്ടും പഠിപ്പിക്കും. കറക്റ്റ് സമയത്ത് നമുക്ക് ആവശ്യമുള്ള സാഹചര്യത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, ആവശ്യമുള്ള ലെസൺസ് കറക്റ്റായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കും. നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളിൽ നിന്ന് തന്നെയുള്ള 2 ഉദാഹരണങ്ങൾ, ഓക്കെ, അതിൽ നിന്ന് ലെസൺസ് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കാം. ഉദാഹരണങ്ങൾ പറയാം. ഇപ്പം നമ്മൾ ഈ ലൈവ് കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷന്റെ സമയത്ത് ഒരു കൂട്ടം ആളുകളുണ്ട് ചോദിക്കുന്ന ആൾക്കാർ, വേറൊരു കൂട്ടം വലിയൊരു ശതമാനം ആളുകൾ ചോദിക്കാത്തവരാണ് അല്ലെ. ആ ചോദിക്കാത്തവര് ചിലപ്പം ചോദിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടാവും. അതായത് അവരുടെ വോയിസ് ഔട്ട് ചെയ്യാൻ, അവർക്ക് ഉച്ചത്തിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കാൻ സംസാരിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടാവും. പോയിക്കോട്ടെ, അവരെ മാറ്റി നിർത്താം. അല്ലെങ്കിൽ ചോദ്യം ഇല്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും ചോദ്യം ഇല്ലാത്ത ആൾക്കാരല്ല അല്ലെ. പലരും അക്കൂട്ടത്തിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ആളുകൾ അവർക്ക് ചോദ്യങ്ങൾ ഉണ്ടായിട്ടും അള്ളാന്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരാണ്. അത് പലരും പറയാറുണ്ട്, ഞാൻ ഇപ്പൊ അള്ളാന്റെ അടുത്ത് ചോദിച്ചപ്പോ തന്നെ അതിനുള്ള മറുപടി എനിക്ക് കിട്ടിയെന്നല്ലേ. പലർക്കും അത് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവര് ചോദിക്കാതെ തന്നെ അവർക്ക് അവിടെ ഉത്തരം കിട്ടുകയാണ്. അവർ അള്ളാന്റെ അടുത്ത് ചോദിക്കുമ്പം അവർക്ക് അവിടെ ഉത്തരം കിട്ടുകയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. ഒന്ന് ആലോചിച്ചൊക്കെ, ചോദിക്കുന്ന കൂട്ടം ആളുകൾ അവര് ശരിക്കും എന്താ ചെയ്യുന്നത്, അവർക്ക് ഈ പറഞ്ഞ എന്താണ് അള്ളാഹ് ഉത്തരം തരും എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്താത്തത് കൊണ്ട്, അത് ഒരാളെയും കുറ്റമായിട്ട് പറയില്ല, ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്താത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, പക്ഷെ മറ്റു കൂട്ടര് അള്ളാന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടുമെന്ന് വെച്ചാൽ അവർ അള്ളാന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം തന്നെ ആയിരിക്കും ഇവിടെ മറ്റുള്ളവർ ചോദിച്ചിട്ട് അവർക്ക് ഉത്തരം കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ വേഗം കണ്ടുപിടിക്കുന്ന ജസ്റ്റിഫിക്കേഷൻ എന്താണെന്നറിയാം, നമ്മൾ ചോദിച്ചോണ്ടല്ലേ ഓർക്ക് കിട്ടിയതെന്ന്. ശരിക്കും അള്ളാഹ് അവർക്ക് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണത്, അവരുടെ ഈമാനിന്. എന്റെ റബ്ബിന്റെ അടുത്ത് ഞാൻ ചോദിച്ച ഉത്തരം തരുമെന്ന് പറഞ്ഞപ്പം ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, എനിക്ക് ദാഹിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് അടുത്തുള്ളവന്റെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കും, അവനൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുമെന്ന്. അതുപോലെ എനിക്ക് ഈ ചോദ്യം ഉണ്ട് റബ്ബേ എന്ന് പറയുമ്പോൾ അള്ളാഹു ഇപ്പുറത്തുള്ളവന്റെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കും, നീ ആ ചോദ്യം ചോദിക്കുന്ന. സുബ്ഹാനല്ലാഹ്. അപ്പം അവർക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യരോട് ചോദിക്കാണ്ട് അതിന് ഉത്തരം കിട്ടുകയാണ്. അപ്പൊ അത്രയും സിമ്പിളാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും റബ്ബിന്റെ അടുത്ത് ചോദിക്കാം. ഈവൻ ഞാൻ എന്റെ ലൈഫിലുള്ള ഉദാഹരണം ഇതിൽ നിന്ന് പറയാം. ഇതും ഒരു ലെസൺ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാൻ പൊതുവെ ചോദിക്കാൻ, അതായത് ഡൗട്ട് പോലും ചോദിക്കാൻ ഭയങ്കര മടിയുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം മനുഷ്യന്മാരുടെ അടുത്ത് ചോദിക്കാൻ മടിയുള്ള ഒരാളാണ്, പറയാനും മടിയുള്ള ഒരാളാണ്. സ്കൂൾ ഡേയ്സിലാണെങ്കിൽ പോലും ക്ലാസ്സിൽ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അത് ഞാൻ മനസ്സിൽ വെച്ചിട്ട് ഞാൻ തന്നെ പോയി കണ്ടുപിടിക്കാൻ ശ്രമിക്കലാണ് പണ്ട് മുതലേ. അപ്പം ഈവൻ നമ്മൾ ഇപ്പൊ ഇസ്ലാമിക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും കോഴ്സസ് അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് ഞാൻ ചോദിച്ച് ക്ലിയർ ചെയ്തതായിട്ടുള്ള ഒരു ഡൗട്ട് വളരെ കുറവാണ്.
പക്ഷേ ഇപ്പം അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖോട് കൂടി ഈ ക്ലാസ്സുകളിലും ലൈവുകളിലും ഇരുന്നിട്ട് നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനൊന്നും എനിക്ക് ഉത്തരം തരാൻ പറ്റാറില്ല. പക്ഷെ ഒരു 10% ആൻസറെങ്കിലും എനിക്ക് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ അള്ളാന്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയത് കൊണ്ടാണ്. ഒരുപാട് മറ്റുള്ള മനുഷ്യന്മാരുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഉത്തരമേ ഇല്ല എന്ന് വേണം പറയാൻ. എല്ലാം അള്ളാഹ് പഠിപ്പിച്ചതെന്നേ പറയാനുള്ളൂ. അള്ളാന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇത്രയും ഉത്തരങ്ങൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതുപോലെയുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കും. അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെ ചോദിക്കാതിരിക്കുക. എന്തൊക്കെ കോഴ്സ് ചെയ്യുമ്പോഴും ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്നെ ടീച്ചേഴ്സ് പഠിപ്പിച്ചതെല്ലാം എനിക്ക് കംപ്ലീറ്റ്ലി ക്ലിയർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് 100% കറക്റ്റായിട്ട് ഒരു ഡൗട്ടും ഇല്ലാതെ പഠിപ്പിച്ചത് കൊണ്ടോ ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊന്നും ഒരു തെറ്റും പറ്റാത്തത് കൊണ്ടോ ഒന്നുമല്ല. നമുക്ക് കിട്ടിയതിൽ അത് ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അവർ ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ എടുക്കുമ്പോൾ അതിനകത്തൊരു 80% കാര്യങ്ങളും നമുക്ക്, അല്ലെങ്കിൽ പോട്ടെ 50% കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജാണ് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് കിട്ടാവുന്നിടത്തോളം എടുത്തിട്ട് കഴിയാവുന്നിടത്തോളം അത് ഇംപ്ലിമെന്റ് ചെയ്യുക. അള്ളാന്റെ അടുത്ത് ചോദിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യാൻ, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പിന് അള്ളാന്റെ അടുത്ത് ചോദിക്കുക. ക്ലിയർ അല്ലാത്ത കാര്യം അള്ളാന്റെ അടുത്ത് ചോദിക്കുക. കാരണം നമുക്ക് മനുഷ്യന്മാരാണ് തരുന്നത്, അവർ പരിമിതരാണ്, അവർക്കൊരു പരിമിതി ഉണ്ട് എല്ലാ കാര്യത്തിനും. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടാവുന്ന സഹായങ്ങൾ എടുത്തിട്ട് ബാക്കി അള്ളാന്റെ അടുത്ത് ചോദിക്കുക. അള്ളാഹ് ഫെസിലിറ്റേറ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ സംശയങ്ങൾ ചോദിക്കാതെ തന്നെ അവർക്ക് മറുപടി അള്ളാഹ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, ആളുകളോട് ചോദിക്കാതെ തന്നെ അവർക്ക് അള്ളാഹു മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മളുടെയൊക്കെ ഓരോ കാര്യങ്ങളും അള്ളാഹു അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരും. വേറെ മനുഷ്യന്മാരിലൂടെ തന്നെയാണ്. ജിബ്രീൽ വഹിയൊന്നും കൊണ്ടുവരൊന്നുമില്ല നമ്മളെ ചോദ്യങ്ങൾക്ക്. പക്ഷെ മനുഷ്യന്മാരിലൂടെ തന്നെ അള്ളാഹു അത് നമ്മളിലേക്ക് എത്തിക്കും. അത് ഇവിടെ ഈമാന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ശരിക്കും അള്ളാഹു നമ്മളെ അടുത്ത് പറയാണ്, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നു. അല്ലെ? അള്ളാഹ് പറയാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കും നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ. അപ്പം അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാല് ഈമാനുള്ള വ്യക്തി എന്താ ചെയ്യാ? അത് അപ്പടി അങ്ങോട്ട് സ്വീകരിക്കും. അല്ലെ? ഈമാന്റെ ഡെഫിനിഷൻ നമ്മൾ 3-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെ? തസ്ദീഖ് തസ്ദീഖു വൽ ഇദാൻ മഅൽ ഖുബൂൽ. അല്ലെ? അതായത് അവരതിനെ സ്വീകരിക്കും, സത്യപ്പെടുത്തും, ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈമാനുള്ള വ്യക്തിന്റെ അടുത്ത് നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ അതേപടി അങ്ങോട്ട് സ്വീകരിക്കും, അവരതിനെ സത്യപ്പെടുത്തുകയും ചെയ്യും, അവർ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? അവർ തഖ്വ ഉണ്ടാവുമ്പം അള്ളാഹു അവരെ വീണ്ടും കൂടുതൽ കൂടുതൽ പഠിപ്പിക്കും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ നാമങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ അൽ മുജീബ് അല്ലെങ്കിൽ അസമിയ നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെ, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്, അള്ളാഹു എല്ലാത്തിനും മറുപടി തരുന്നവനാണ്, നമ്മുടെ എല്ലാ ദുആകളും കേൾക്കുന്നവനും മറുപടി തരുന്നവനാണ് റബ്ബെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈമാനുള്ള വ്യക്തി എന്താ ചെയ്യുക? അതിനെ അപ്പടി അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യും. അല്ലെ? യെസ്, എന്റെ റബ്ബ് എല്ലാം കേൾക്കുന്നുണ്ട്, എന്റെ റബ്ബ് എല്ലാത്തിനും ഉത്തരവും തരും. നമ്മൾ അതിനെ സത്യപ്പെടുത്തും. എന്നിട്ട് നമ്മൾ അള്ളാന്റെ അടുത്ത് ചോദിച്ചിട്ട് നമ്മൾ വിശ്വസിക്കും, എന്റെ റബ്ബ് കേട്ടിട്ടുണ്ട്, എന്റെ റബ്ബ് എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ടെന്ന് ഈമാനുള്ള വ്യക്തികൾ വിശ്വസിക്കും. അത് ഉത്തരം നൽകുന്നത് എങ്ങനെയാണെന്ന് റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെ? ചിലപ്പോൾ നമ്മൾ ചോദിച്ച കാര്യം തരാതെയായിരിക്കും അള്ളാഹു മറുപടി തരുന്നത്, ചിലപ്പോൾ ചോദിച്ച കാര്യം വൈകിച്ചിട്ടായിരിക്കും മറുപടി തരുന്നത്, ചിലപ്പോൾ തന്നിട്ടായിരിക്കും. അപ്പൊ ഒരു ഈമാനുള്ള വ്യക്തി എന്താ ചെയ്യാ? അള്ളാഹു അൽ മുജീബാണ്, ഞാൻ ചോദിച്ചിട്ടുണ്ട്, അള്ളാഹ് മറുപടി തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈമാൻ ഇല്ലാത്തവർക്ക് എന്താവും? വലിയ ഇടങ്ങേറാണ് ഇത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ. അപ്പം പിന്നെ എല്ലാവരോടും പറയും, നിങ്ങൾ ദുആ ചെയ്യും, നിങ്ങൾ ദുആ ചെയ്യും, നിങ്ങൾ ദുആ ചെയ്യും. കാരണം അള്ളാഹ് അൽ മുജീബാണെന്ന് അവർക്ക് വിശ്വാസത്തിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെ ഓരോ അള്ളാഹു സുബ്ഹാനഹു തആല തരുന്ന ഓരോ പ്രോമിസുകളും, അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും, അള്ളാഹുവിന്റെ ഓരോ സിഫത്തുകളും ഈമാനുള്ള ആളുകൾ അതിനെ അതേപടി സ്വീകരിച്ച് അതേപടി ചെയ്യുമ്പോൾ അവരുടെ ഈമാന്റെ ഫൗണ്ടേഷൻ ഇങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈമാൻ ഇല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കേട്ടാലും അള്ളാഹു അൽ മുജീബാന്ന് കേട്ടാലും അള്ളഹാനോട് പറഞ്ഞാലും ആൾക്കാരോടൊക്കെ പറഞ്ഞ് അത് ദുആ അതങ്ങോട്ട് നടത്തിച്ചിട്ടില്ലെങ്കിൽ, ഇന്നലെ പറഞ്ഞ പോലെ ഒരു നെസറല്ലേ, നമ്മൾ പരിപ്പിഷ്കന്മാരായ നമ്മൾ കുറച്ച് പൈസയും കൊടുത്ത് അള്ളാഹ് കൈക്കൂലിയും കൊടുത്ത് ചെയ്യിച്ചാലേ സമാധാനമുള്ളൂ. അതെന്തുകൊണ്ടാണെന്നറിയാം നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്? നമ്മുടെ ഈമാന്റെ കുറവുകൊണ്ടാണ്. നമുക്കത് വിശ്വസിക്കാൻ പറ്റൂല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, അല്ലെ, സത്യപ്പെടുത്താനും പറ്റൂല, അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റില്ല. പക്ഷെ ഈമാൻ ഉണ്ടെങ്കിൽ ഇത് കേട്ടാൽ മതി നമുക്ക്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ അള്ളഹാനോട് ചോദിക്കുക, അള്ളാഹ് തരും എന്നുള്ളത് കേട്ടാൽ മാത്രം മതി. പിന്നെ നമ്മൾ മനുഷ്യന്മാരോട് ചോദിക്കാൻ നിൽക്കൂല.
നിങ്ങൾ അള്ളഹാനോട് പറയും, അള്ളാഹ് നിങ്ങളുടെ ദുആകൾക്ക് ഉത്തരം നൽകുമെന്ന് കേട്ടാൽ മതി. പിന്നെ മനുഷ്യന്മാരിലൂടെ നമ്മൾ ചോദിക്കാൻ നിൽക്കൂല അല്ലെ. പക്ഷെ ആരെയും കുറ്റപ്പെടുത്തല്ല, നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തണം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു തരാണ് കേട്ടോ. അതുകൊണ്ട് ആരും ഇതെന്താ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോ ആരോടും ചോദിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. യെസ്, നിങ്ങൾ അവിടെ എത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അവിടേക്ക് എത്തണം അല്ലെ. നമ്മൾ ഒരു ഉയരത്തിലൊന്ന് കണ്ടാലല്ലേ നമ്മൾ അവിടേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുള്ളൂ അല്ലെ. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മളുടെ ഈമാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ ഈമാന് അള്ളാഹ് മുജീബാണെന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായി, നമ്മുടെ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ ഈമാന് വേവറിംഗ് ആണ്. അതിന്റെ ഈമാന്റെ മേലെ ബിൽഡ് ചെയ്യുന്ന, നമ്മളൊരു വീട് പോലെ കരുതുക. വീടിന്റെ അടിത്തറയാണ് ഈമാൻ. അത് കെട്ടിപ്പൊക്കുന്ന എന്താണ്, അമലുകൾ വെച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കാര്യം തന്നെ ഈമാന് വേവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇളകി പോകുമ്പോൾ നമ്മൾ കെട്ടിപ്പൊക്കുന്നതും ഇളകിയിരിക്കും, അതായത് അമലുകളും ഇളകിയിരിക്കും. അപ്പൊ അമലുകളിൽ മൊത്തം നമുക്ക് സംശയങ്ങളായിരിക്കും. അതങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റേതാണെങ്കിൽ അതാവോ, ഇതിങ്ങനെയാണെങ്കിൽ അതങ്ങനെയാവോ, സംശയമായിരിക്കും. എന്നാൽ ഈമാൻ സ്ട്രോങ് ആയ ഒരു വ്യക്തിക്ക് അള്ളാഹു അൽ മുജീബാണ്, അള്ളാഹു നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം തരും എന്ന് പറഞ്ഞ് അത് സ്ട്രോങ് ആയിട്ട് എടുത്ത ഒരു വ്യക്തിക്ക് അവരുടെ അറിയുന്ന അമലിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർ ആ അറിയുന്ന രീതിയിൽ അത് ചെയ്യും. അറിയാത്തത് അവരെ അള്ളാഹു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ അള്ളാഹിന്റെ അടുത്ത് മാത്രം ചോദിക്കുക എന്ന് അള്ളാഹ് തരും എന്ന് പറഞ്ഞത് വിശ്വസിച്ച ഒരു വ്യക്തി അള്ളാഹിന്റെ അടുത്ത് മാത്രം ചോദിക്കുമ്പോൾ അവരുടെ ആ ഒരു ഈമാന്റെ ആ ഒരു കട്ട അല്ലെ. നമ്മൾ തറ കെട്ടുമ്പം ബെൽറ്റ് ഇടുമ്പം കുറെ കരിങ്കല്ലുകൾ ഇട്ടിട്ടാണ്. അപ്പൊ ഓരോ കല്ലും അവരിട്ട് സിമെന്റിൽ ഉറപ്പിക്കുന്നത് കൊണ്ട് അവരുടെ തറ സ്ട്രോങ് ആവുകയാണ് അല്ലെ. നമ്മള് മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പം ഏറ്റവും ആദ്യം പറഞ്ഞത് എന്താണ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് അല്ലെ. ഈമാൻ സ്ട്രോങ് ആയിട്ട് അതിന്റെ മേലെ പടുത്തുയർത്തുന്നതാണ് നിസ്കാരവും സദഖയും സകാത്തും. അതിന്റെ മുകളിൽ നമുക്ക് സംശയങ്ങൾ വരുന്നതുകൊണ്ട് നമ്മുടെ ഈമാന് നമ്മൾ സ്ട്രോങ് ആക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാരാണ്, നമ്മൾ ഫുള്ളായിട്ട് സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാരാണ്. അപ്പം ഈമാനിനെ കുറിച്ച് വിശ്വാസത്തിനെ കുറിച്ച് അള്ളാഹിനെ കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വൈബാണ് അല്ലെ. അള്ളാഹിനെ കുറിച്ച് പറയുന്നതൊക്കെ വൈബാണ്. അത് അള്ളാഹ് പറഞ്ഞാൽ അതേപടി നമ്മൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നമ്മൾ ഈമാൻ സ്ട്രോങ് ആണെങ്കിൽ, നമ്മൾ ഈമാൻ സ്ട്രോങ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി. അതിന്റെ മുകളിൽ നമ്മൾ കെട്ടിപ്പൊക്കുന്ന അമലുകൾ അല്ലെ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അമല് സ്ട്രോങ് ആയി. അപ്പൊ നമ്മൾ ഓരോ കല്ല് സ്ട്രോങ് ആയിട്ട് സിമെന്റ് തേച്ച് ഉറപ്പിക്കുമ്പോൾ അള്ളാഹു അടുത്ത കല്ല് തരും. അങ്ങനെ നമുക്ക് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കാമായിട്ട് ആ വീട് കെട്ടിപ്പൊക്കിക്കൊണ്ടേയിരിക്കാൻ പറ്റും. എന്നാൽ അടിത്തറ ഇളകിയതിന്റെ മുകളിൽ ഒരു കല്ല് വെച്ച് അത് ഇളകി കഴിയുമ്പോൾ അപ്പുറത്തെ റൂം പണിയുമ്പോഴേക്ക് ഇപ്പുറത്തെ റൂം പൊളിഞ്ഞു പോകും. നമുക്ക് സമാധാനമായിട്ട് ഇത് കെട്ടിപ്പൊക്കാൻ പറ്റൂല. ഓക്കെ. അപ്പൊ വളരെ വളരെ സട്ടിൽ ആയിട്ടുള്ള, എന്താ എടുത്തു പറയത്തക്ക ഒരു കാര്യമേ അല്ല, പക്ഷെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ എന്ത് കേട്ട് കഴിഞ്ഞാലും അത് അള്ളാഹ് പറഞ്ഞല്ലേ നമുക്ക് മനസ്സിലായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിനപ്പടി അതേപടി സ്വീകരിച്ച് നമ്മൾ ഈമാൻ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ മേലെ നമ്മളിങ്ങനെ ശരിക്കും ഇമാജിൻ ചെയ്യാം. നമ്മളൊരു വീടിന് തറയിടുമ്പം ആദ്യത്തെ റൂമിന്റെ തറയിടുന്നു, ഓക്കെ, സ്ട്രോങ് ആക്കി അതിന്റെ മുകളിൽ അമലുകൾ വെച്ചിട്ട് കെട്ടിപ്പൊക്കുന്നു, അത് സ്ട്രോങ് ആക്കി. അടുത്ത റൂമിന് അള്ളാഹ് തറക്കല്ല് നമുക്ക് തരുമ്പോൾ അല്ലെ, ഈമാനിൽ പുതിയ പുതിയ കാര്യങ്ങൾ അള്ളാഹ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ തറയിടുന്നു, മെല്ലെ 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 നമ്മൾക്ക് അത് ബിൽഡ് ആവുന്നു. എന്നാൽ ഈമാൻ സ്ട്രോങ് അല്ലാത്ത, അള്ളാഹ് പഠിപ്പിച്ചു തന്നാലും അള്ളാഹ് മുജീബാന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കാത്ത അല്ലെ, അള്ളാഹിന്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുക അള്ളാഹ് ഉത്തരം നൽകുമെന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കാത്ത ആൾക്കാരെ തറക്കല്ല് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ മുകളിൽ അവർ നിസ്കരിക്കുന്നു, സദഖ ചെയ്യുന്നു, അതും അമലുകളും ഇളകിക്കൊണ്ടിരിക്കുന്നു. ഫുൾ ടൈം ഇളകും. അപ്പുറത്തെ റൂം ബിൽഡ് ചെയ്യാൻ പോകുമ്പോഴേക്ക് ഇപ്പുറത്ത് അത് പൊളിഞ്ഞു വീണിട്ടുണ്ടാവും. ഒരു കാലത്തും ഒരു സമാധാനത്തിൽ അവർക്ക് അതിനെ കെട്ടിപ്പൊക്കാൻ പറ്റൂല. ഓക്കെ. അപ്പോൾ നമ്മൾ മടങ്ങി വരികയാണ് പോയിന്റിലേക്ക്. ഇത് ജസ്റ്റ് സൈഡ് നോട്ട് ആയിരുന്നു, എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ കാര്യം എന്താന്ന് വെച്ചാൽ ആ കൂട്ടർ അല്ലെ, നമ്മളൊരു തരത്തിലുള്ള കൂട്ടരെ കുറിച്ച് പറഞ്ഞു, അവര് അള്ളാഹിന്റെ അടുത്ത് മാത്രമേ ചോദിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ് അല്ലെ, അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പം ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഡിസ്ക്ലെയിമർ ആയിട്ട് കൂടെ പറയാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കരുത്, സഹായം ചോദിക്കരുത് എന്നേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഇത് നെക്സ്റ്റ് ലെവലാണ്. കാരണം ഇത് കഴിയുമ്പോൾ ആൾക്കാർ വരും, അപ്പൊ ടീച്ചറെ ദുആ ചെയ്യാൻ പറ്റൂലേ, അപ്പൊ ദുആ ചെയ്യാൻ ചോദിക്കാൻ പറ്റൂലേ, അപ്പം ടീച്ചറെ ആൾക്കാരോട് സംശയം ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല, സംശയങ്ങളൊക്കെ ക്ലിയർ ആക്കുകയും ചെയ്തു. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതായത് ഈമാൻ സ്ട്രോങ് ആക്കി അതിന്റെ മുകളിൽ അമലുകൾ സ്ട്രോങ് ആക്കി സമാധാനപരമായിട്ട് ദീനിൽ പ്രോഗ്രസ് ചെയ്യുന്ന, കാമായിട്ട് സ്ട്രോങ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിന് നമ്മൾ തറക്കല്ലിടുമ്പോൾ മുതലേ നമ്മൾ അതിന് തയ്യാറാവണം. അത് സ്ട്രോങ് ആക്കാൻ നമ്മൾ തയ്യാറായാലേ എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. അത് തുടങ്ങിയാലേ നമുക്ക് അതിന് സ്ട്രോങ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും
ഒരു കൂട്ടം ആളുകൾക്കുള്ളതാണ്. ഏത് കൂട്ടം ആൾക്കാർക്ക്? അവർ സ്ട്രോങ് ഈമാൻ ആഗ്രഹമുള്ള, സ്ട്രോങ്ങസ്റ്റ് തൗഹീദിന് ആഗ്രഹമുള്ള, അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്തുകൊണ്ട്, അള്ളാഹിനെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട്, അള്ളാഹിനെ മാത്രം പരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അള്ളാഹ് പഠിപ്പിക്കുന്നത് പഠിച്ച് അമല് ചെയ്ത് മുന്നോട്ട് പോയിട്ട് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അക്കൂട്ടം ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞ സൈഡ് നോട്ട്. അല്ലാത്തവര് ചോദ്യം ചോദിക്കുന്നതിലും തെറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ദുആ ചെയ്തിട്ടും നമുക്ക് നടക്കുന്നില്ലെങ്കിൽ വേറെ ആളുകളുടെ അടുത്ത് ദുആ ചെയ്യാൻ പറയുന്നതിലും തെറ്റില്ല. കാരണം നമ്മളെ ദീൻ എപ്പോഴും എല്ലാ ലെവൽ ആളുകൾക്കും സുബ്ഹാനല്ലാഹ് സപ്പോർട്ട്. കാരണം നമ്മൾ ഒരു ലെവലിൽ നിന്ന് മേലേക്ക് മെല്ലെ മെല്ലെ പൊങ്ങിയാലേ ഈ പറഞ്ഞ ലെവലിലേക്ക് എത്തുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ തുടക്കത്തിലേ അങ്ങ് വീണു പോകും. അപ്പം അത് നമുക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ മെല്ലെ 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 നമ്മൾ ചേർത്ത് നിർത്തി ഈ ഒരു സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഈ ഒരു ഈമാന്റെ സ്ട്രെങ്ത്തിലേക്ക്, ഈ ഒരു തൗഹീദിന്റെ സ്ട്രെങ്ത്തിലേക്ക്, അങ്ങനെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന, ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരാകാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മൾ അവരെ കൂടെ ചേർത്ത് നിർത്തി കൊണ്ടുപോകണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. താരിഫും ബിസീമാഹും, അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ? അവരുടെ അടയാളം കൊണ്ട്. കാരണം അവർ ചോദിക്കൊന്നുമില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, അവർ ചോദിക്കൂല. ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു വെള്ളം എനിക്ക് വേണം എന്ന് റബ്ബിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് റബ്ബ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഉള്ള ആളുടെ മുഖത്ത്, അതായത് വെള്ളം കൊടുക്കണം എന്ന് ആഗ്രഹിച്ച ആളുടെ കണ്ണില് ഇയാളുടെ മുഖത്ത് ദാഹം അള്ളാഹു കാണിച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആ ഒരു കുട്ടി കരഞ്ഞാല് ആ കുട്ടീന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്കൊന്നും അത് മനസ്സിലായിട്ടില്ലെങ്കിലും കുട്ടീന്റെ ഉമ്മക്ക് മനസ്സിലാവും വിഷമട്ടാണെന്ന്. അതുപോലെ അവർക്ക് സ്വതക്ക ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് അവരുടെ മുഖത്തെ ഈ ഒരു ക്ഷീണിച്ച മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. അതിന് നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ആൾക്കാരുടെ അടുത്ത് അല്ലെ, നമ്മൾ അവരുടെ കാര്യങ്ങൾ അറിയാ, അതായത് അവരുടെ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയാനും അത് ചിന്തിക്കാനും അത് മനസ്സിലാക്കാനും. ഈവൻ നമ്മൾ പലരും നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു വരുമ്പം ആ ഒരു പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ഉണ്ട്, അവർ ഇന്ന കാര്യം കൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറണം. അതിനും ഇന്നലെ പറഞ്ഞ സംഭവം ആവശ്യമാണ്. എന്ത്? ഹിക്മത്ത് അല്ലെ. ഹിക്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം, ആളുകൾക്ക് അറ്റൻഷൻ കൊടുക്കണം. പക്ഷെ നമ്മൾ എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ നാലാളെ കാണുമ്പോൾ എപ്പോഴും നമ്മളിലാണ് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളത് അല്ലെ. എന്റെ ലുക്ക്, ഞാൻ എങ്ങനെയുണ്ട്, എന്റെ ഹിജാബ് എങ്ങനെയുണ്ട്, എന്റെ അബായ എങ്ങനെയുണ്ട്, എന്റെ ലുക്സ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ അല്ലെ. നമ്മൾ ഈവൻ സംസാരിക്കുമ്പോഴും കൂടുതലും ഞാൻ എന്റെ പ്രശ്നം, എന്റെ കാര്യങ്ങള്, എന്റെ വീട്, എന്റെ കുട്ടികള്, എന്റെ ഹിദായത്ത്, എന്റെ ഇത് അതിനെക്കുറിച്ച് എന്റെ മൂപ്പര അങ്ങനെ നമ്മളെ സാമ്പത്തികം, എന്റെ പ്രശ്നങ്ങൾ, അത് തന്നെയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ചെവി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓരെന്തെങ്കിലും പറഞ്ഞാൽ വേണമെങ്കിൽ കേൾക്കാന്നുള്ള മട്ടിലാണ് അല്ലെ. അവർ സംസാരിക്കുമ്പോൾ ഒരുപാട് നമുക്ക് അതിൽ നിന്ന് ക്യാച്ച് ചെയ്യാനുണ്ടാവും. അവർക്ക് നമ്മൾ ചെവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് പറയാത്ത കാര്യങ്ങൾ പലതും നമുക്ക് ഈ താരിഫും ബിസീമാഹുമിൽ പെട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവർ ചിലപ്പം അവരുടെ പ്രശ്നങ്ങൾ പോലും ആയിരിക്കില്ല പറഞ്ഞത്, പക്ഷെ നമ്മൾ അങ്ങനെ അവർക്ക് ചെവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ചെവി കൊടുക്കാറ് അവരുടെ പ്രൈവറ്റ് ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കാര്യത്തിൽ മാത്രം. എന്നാലും ഇങ്ങനെ ആയിരിക്കും അല്ലെ, അതൊന്നും അറിഞ്ഞിട്ട് നാലാളോട് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അറിയാനുള്ള ആ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കൗതുകം ഉണ്ടല്ലോ, അതുള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ചെവി കൊടുക്കുക. അല്ലാതെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എന്റെ പ്രശ്നങ്ങളൊക്കെ റബ്ബിന്റെ അടുത്താണ്, ഞാൻ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ച് കേൾക്കുന്നവർ വളരെ ചുരുക്കമാണ് അല്ലെ. നമ്മൾ ഈവൻ ഒരാളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും, അവരുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും, അത് കൂടുതലും നമ്മളെ പ്രശ്നങ്ങളും അവരുടെ മുമ്പിൽ പങ്കുവെക്കാനായിരിക്കും. അല്ലെ, എനിക്ക് കുറേ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നത് തന്നെ എന്തായിരിക്കും? ഞാനും എന്റെ പ്രശ്നങ്ങളും അല്ലെ, എന്റെ കുടുംബം, എന്റെ കുട്ടികൾ, എന്റെ ഹിദായത്ത്, എന്റെ മക്കളെ ഹിദായത്ത്, എന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, എന്റെ വീടിന്റെ പ്രശ്നങ്ങൾ, അത് പറയാനാണ് നമ്മൾ മറ്റുള്ളവരെ കാണാൻ പോലും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ, അല്ലാതെ അവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് കേൾക്കാൻ നമ്മൾ അവരെ കുറിച്ച് അവരെന്നാലും അതെങ്ങനെയാ ചെയ്യുന്നത്, അതെങ്ങനെയാ ചെയ്യുന്നത്, ഓരോരോ ഭർത്താവും തമ്മിൽ എങ്ങനെ, ഓരോരോ കുട്ടികളും തമ്മിൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അനാവശ്യമായ കൗതുകത്തിന്റെ അപ്പുറത്തേക്ക് അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണോ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിച്ച് നമ്മൾ കേൾക്കുന്നത് വളരെ തീരെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഉള്ള ആൾക്കാരുണ്ട് മാഷാ അല്ലാഹ്, അല്ലാഹു ബാരിക് ലഹുൻ. പക്ഷേ അധികം മെജോറിറ്റി ആളുകളിലും അതില്ല. നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് കൺസേൺഡ് ആണ്, നമ്മളെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല.
നമ്മൾ നമ്മളെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആകുമ്പോഴേ നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് നമുക്ക് കൊടുത്തോണ്ടിരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ ഫില്ലായിട്ടില്ല എന്ന് ഉള്ള ഫീലിംഗ് ഉള്ളിടത്തോളം കാലം നമുക്കൊരു പരിധിയിൽ കൂടുതൽ നമുക്ക് മറ്റുള്ളവർക്ക് ഒന്നും കൊടുത്തോണ്ടിരിക്കാൻ പറ്റൂല. അപ്പം ഈ ആയത്തുകളിൽ മറ്റുള്ളവർക്ക് സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ആയത്താണ് അല്ലെ, ഫീ സബീലില്ലാ. സുബ്ഹാനല്ലാഹ്, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കെയർ ചെയ്യുക എന്നുള്ള ഒരു കാര്യം. അപ്പം നമ്മൾ സെൽഫിഷ് ആയിരിക്കും, നമ്മൾ നമ്മളെ കാര്യം തന്നെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളുടെ ഒരു ആഗ്രഹത്തിന് ശേഷം വേറൊരു ആഗ്രഹം, നമ്മളുടെ ഒരു കൺസേണിന് അപ്പുറം വേറൊരു കൺസേൺ, അതന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. സോ യഹ്സബുഹുൽ ജാഹിലു അഗ്നിയായ മിന തഅഫ്ഫുഫ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ മിക്കവാറും മറ്റുള്ളവരെ കാണുന്നത് അവരൊക്കെ തഅഫ്ഫുഫ് കാരണം ചോദിക്കുന്നില്ലെങ്കിലും അവർ അഗ്നിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അള്ളാഹ് പറയുന്നത് തഅരിഫുഹും ബിസീമാഹും, നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മുഖത്തെ മാർക്ക് നിന്ന് കാണാൻ പറ്റും. അത് അള്ളാഹ് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സ്കില്ലാണ്. കാരണം അള്ളാന്റെ അടുത്ത് മാത്രം ചോദിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളത് അള്ളാന്റെ പ്രോമിസ് ആണല്ലേ. അള്ളാന്റെ അടുത്ത് മാത്രം ചോദിക്കുന്നവർക്ക് സഹായം എത്തിക്കുക എന്നുള്ളത് അള്ളാന്റെ പ്രോമിസ് ആണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ സഹായിക്കേണ്ട ആളുകളിലേക്ക് ആ അടയാളം അള്ളാഹു എത്തിക്കും. പക്ഷെ നമുക്ക് ആ കൂട്ടത്തിൽ പെടണോ അല്ലെ, അവരെ സഹായിക്കുന്ന കൂട്ടത്തിൽ പെടണോ, നമ്മൾ കണ്ണ് തുറക്കണം. ഓക്കെ, അള്ളാഹു അത് നമുക്ക് കാണിച്ചു തരുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ അത് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്കത് മനസ്സിലാക്കി തരും. ശരിക്കും ഒരു വ്യക്തി ആവശ്യക്കാരനാണെന്നുള്ളത് ശരിക്കും ഒബ്വിയസ് ആണ്. നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ തന്നെ ഇപ്പൊ ചിലരുടെ വസ്ത്രധാരണത്തിൽ നിന്ന്, ചിലരുടെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കും അവര് എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, വളരെ ദാരിദ്ര്യമുണ്ട്, അല്ലെങ്കിൽ ഈവൻ ചിലരുടെ കാര്യത്തില് ദാരിദ്ര്യം കൊണ്ടായിരിക്കില്ല, അവരുടെ കയ്യിൽ സംഭവങ്ങൾ എല്ലാം ഉണ്ടാവുമായിരിക്കും. ഇപ്പം പൈസ ആണെങ്കിലും ഈവൻ ഡ്രസ്സ് ആണെങ്കിലും. ഇപ്പം ചിലരുടെ ഡ്രസ്സിങ് ഒക്കെ കണ്ട് നമ്മൾ ഓക്കെ ഇവർക്ക് ദാരിദ്ര്യം എന്ന് പറയാൻ വന്നപ്പോൾ ചിലരുടെ കാര്യത്തിൽ അവർക്ക് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവര് ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയതിന്റെ പേരിൽ അവരുടെ സമയം കൊണ്ട് അവർക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, അവർക്കൊന്നും ശ്രദ്ധിക്കാൻ, അവരുടേതായ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ലാത്തത് കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, അവരുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ സമയം കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. ഇവിടെ ഒരു സൈഡ് നോട്ട് പറയാം. ഖുർആനില് നമുക്കറിയാം വയുതഅമൂന തഅമ അലാ ഹുബ്ബിഹി, ആ ഒരു ആയത് നമുക്കറിയാം അല്ലെ, മിസ്കീന വയതീമ വ അസീറ. അവിടെ അതായത് പ്രിസണേഴ്സിന്, അതായത് ഈ തടവുകാർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ ചില പണ്ഡിതന്മാര് അതിൽ ഈ തടവുകാർ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ റെഫർ ചെയ്തിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പം വിചാരിക്കും അതെങ്ങനെയാ സ്ത്രീകളെ തടവുകാർ എന്ന് പറയാന്നല്ലേ. അതായത് പലപ്പോഴും പല സ്ത്രീകൾക്കും പലർക്കും സ്വയം തോന്നിയിട്ടുണ്ടാവും ഞാനൊരു തടവുകാരിനെ പോലാണല്ലോ എന്ന്. കാരണം ചിലപ്പോൾ ചെറിയ മക്കളുണ്ടാവും വീട്ടിൽ അല്ലെ, അതിനകത്ത് തന്നെ ചിലപ്പോൾ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള മക്കളുണ്ടാവും, അവർക്ക് അധികം ശ്രദ്ധ കൊടുക്കേണ്ടി വരും. തൊക്കത്തെടുക്കുന്ന മക്കൾ, തൊക്കിൽ കിടക്കുന്ന മക്കൾ അല്ലെ, എഴയുന്ന മക്കള്. അതിന്റെ പുറമെ രോഗിയായ പാരന്റോ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിന്റെ അമ്മയോ വാപ്പയോ അതോ, ഇനി അതിന്റെ പുറമെ നമ്മൾ ഗ്രോസറി സാധനങ്ങൾ വാങ്ങേണ്ടി വരും. കാരണം ഹസ്ബൻഡ് ഫുൾ ടൈം ബിസി ആയിരിക്കും, ജോലിയോ കച്ചവടമോ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഭക്ഷണം വാങ്ങണം, കുക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം, വസ്ത്രങ്ങൾ കഴുകണം, മക്കളെ പഠനത്തിനെ കുറിച്ച് നോക്കണം. ഇതിനൊക്കെ പുറമെ ഹസ്ബൻഡ് വന്നാൽ മൂപ്പരെ കാര്യങ്ങൾ നോക്കണം. പഠിച്ചോനെ ഇത് ചെയ്യണോ അത് ചെയ്യണോ, എന്താ ചെയ്യേണ്ടത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അല്ലെ. കുളിക്കണോ, ഞാൻ എങ്ങനെയാ കുളിക്കുന്നത്, എത്ര മര്യാദയ്ക്ക് കുളിച്ചിട്ട് ദിവസങ്ങളായി, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഇത് ചെയ്യണോ അത് ചെയ്യണം. ശരിക്കും ഒരു പ്രിസണറെ പോലെ അവർക്ക് അവരുടേതായ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും അങ്ങനെയുള്ളവർ ആരെങ്കിലും എൻ്റെ അടുത്തൊന്ന് വന്ന് ചോദിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു സഹായം വേണോന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. അവരടുത്ത് ആരെങ്കിലും ചോദിച്ചു ഇത് ചെയ്യണോന്ന് ചോദിച്ചാൽ പ്ലീസ് എന്ന് പറയുന്ന അത്രയും മുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സ്ത്രീകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ ഇത് താരതമ്യപ്പെടുത്തി പറഞ്ഞേ ഉള്ളൂ. ഇപ്പം ആളുകള് ദാരിദ്ര്യം കൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല അവരുടെ ആ ഒരു അവസ്ഥ, അവരുടെ മുഖത്ത് ക്ഷീണോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്ങിൽ ഒരു എന്താണ് പുവർ ഫീലിംഗ് ഒക്കെ വരുന്നത് അവരുടെ ദാരിദ്ര്യം കൊണ്ടായിരിക്കില്ല. പക്ഷെ അവരുടെ സമയം മുഴുവനും അവര് എന്തിനു വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് കൊണ്ട് അവരുടെ സമയമില്ലായ്മ ഇതുകൊണ്ടായിരിക്കും. അപ്പം അതിനൊക്കെ നമ്മൾ എന്താവണം, നമ്മൾ അത് അന്വേഷിച്ച് നടക്കണം അല്ലെ, ഒബ്സർവ് ചെയ്തിട്ട് നടക്കണം. നമ്മൾക്ക് ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാനുണ്ടോ, നമ്മളെ കൊണ്ട് ആർക്ക് സഹായമാവാൻ പറ്റുമെന്ന് നമ്മൾ അന്വേഷിച്ച് നടക്കണം. നമ്മൾ ഒരു മെജോറിറ്റി ആളുകൾക്കും ആ ഒരു തരത്തിലുള്ള ചിന്തകളും ആ ഒരു തരത്തിലുള്ള കണ്ണുപോലും നമുക്കൊന്നും ഇല്ലല്ലേ. കാരണം നമ്മളൊക്കെ നമ്മുടേതായ ലോകത്തിൽ ലോസ്റ്റ് ആണ്. നമ്മളേതായ പ്രശ്നങ്ങളിലും നമ്മളേതായ കാര്യങ്ങളിലും നമ്മളേതായ ആഗ്രഹങ്ങളിലും നമ്മുടേതായ ആവശ്യങ്ങളിലും നമ്മൾ ലോസ്റ്റ് ആണ്. എന്നിട്ടല്ലേ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെ.
അവരുടെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഫുൾഫിൽ ആവണ്ടേ. നമ്മൾ ചോദിക്കുന്ന ഓർക്ക് എന്തിന്റെ കുറവാല്ലേ, ഓർക്ക് വ്യാപ്പുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ മുപ്പര് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഓർക്ക് മക്കളുണ്ട്, മക്കളൊക്കെ നല്ല നിലയിലാണ്, ഓർക്ക് സ്വന്തം വീടുണ്ട്, ഓർക്ക് ആവശ്യത്തിന് പൈസ ഉണ്ട്, ഓളെ കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കാനാ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആയി മാറിയിട്ടുണ്ട് അല്ലെ നമ്മളും നമ്മളുടെ ജീവിതവും അവരും അവരുടെ ജീവിതവും രണ്ടു കൂട്ടരും മിസറബിൾ ആയിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത. അപ്പം നമ്മളിപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകൾ പലരും ദൂരെയുള്ള ആൾക്കാരാണല്ലേ, ആരും അടുത്തടുത്ത വീടുകളിലുള്ളതൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ മാറ്റി വെച്ചിട്ട് നമ്മളുടെ ചുറ്റുപാടുമുള്ള പലരെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മൾ അവരെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അല്ലെ. നമ്മൾ നമ്മളുടേതായ ഒരു ലോകത്താണ്. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും നമ്മുടെ നെയ്ബർ ആരാന്ന് പോലും ഞാൻ എന്നെ ഉൾപ്പെടെ അറിയാണ്, നമുക്കതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. സുബ്ഹാനല്ലാഹ്, നമ്മളെ കാര്യം, നമ്മളെ സ്വന്തം കാര്യത്തിലേക്ക് നമ്മൾ ഒതുങ്ങിക്കൂടാണ്. ഇത് ജനറൽ ആയിട്ട് പറയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് കൊണ്ട്, ഓക്കെ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് കൊണ്ട് അവർക്ക് സമയമില്ല, അല്ലെങ്കിൽ അവർക്ക് പൈസയില്ല, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എല്ലാവരെ കുറിച്ചും ചിന്തിക്കുന്ന ആൾക്കാരാവണം. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന, അവരെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന, അവർക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ആലോചിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറണം. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ അങ്ങനെ ആളുകളെ കണ്ടുപിടിച്ച ആൾക്കാരെ സഹായിക്കുമ്പോൾ അള്ളാഹു നമ്മളെയും സഹായിക്കും. നമ്മൾ അവരെ കുറിച്ച് കൺസേൺഡ് ആയിരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ വഴിക്കും അള്ളാഹു സഹായം എത്തിക്കും. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് ഒരു അറിവില്ലാത്ത ആളായി മാറല്ല. അള്ളാഹു ഇവിടെ ഉപയോഗിച്ച വാക്ക് എന്താണ്? ജാഹിലാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, ജാഹിൽ എന്ന് പറഞ്ഞ വാക്കാണ് അള്ളാഹു. നമ്മളെല്ലാവരും ഇത്തരത്തിൽപ്പെട്ട ജാഹിലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീരെ സെൻസിറ്റിവിറ്റി ഇല്ല, ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കാനുള്ള കാര്യം പോലും ഇല്ല. ഞാൻ എന്റെ കാര്യം അല്ലെ, അവരും അവരുടെ കാര്യം, അവരുടെ പ്രൈവസിയും. സുബ്ഹാനല്ലാഹ്, അവരെന്തിലൂടെയാ കടന്നു പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്, പലർക്കും സഹായത്തിന്റെ ആവശ്യം ഉണ്ടാവും. ഇത് വീണ്ടും ഞാൻ പറയണേ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജനറൽ ആണ്. നമ്മളുടെ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തില് അവര് റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് അവർക്ക് അവരുടേതായ ജീവിതത്തിലേക്ക് സമ്പാദിക്കാനോ സമയം ചെലവഴിക്കാനോ ഇല്ലാത്തത് കൊണ്ട് അവരെ സഹായിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അവർക്ക് സ്വതക്ക ചെയ്യുന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇനി നിങ്ങൾക്ക് അവരെ തിരിച്ചറിയില്ല എന്നുണ്ടെങ്കിൽ യഹ്സബുഹും, അവരുടെ കാര്യത്തിൽ പൊതുവെ ജാഹിലുകൾ എന്താണ് സ്റ്റാൻഡ് എടുക്കുന്നത്? യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയ, അവര് റിച്ച് ആണെന്നാണ് വിചാരിക്കുന്നത്. എന്തുകൊണ്ട്? അമിനെ താഴ്ഫും, കാരണം അവര് റെസ്ട്രെയിൻഡ് ആണ് അല്ലെ, അവർ ചോദിക്കുന്നൊന്നുമില്ല, അവര് അഭിമാനം കൊണ്ട് വളരെ കൺട്രോൾഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ താരിഫഹും ബിസീമാഹും, നിങ്ങൾക്ക് അവരുടെ അടയാളം കൊണ്ട് അവരെ മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു പറയുന്നത് ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ, ലാ യസ്അലൂന, അവർ ചോദിക്കുന്നില്ല, അന്നാസ് ആളുകളോട്, ഇൽഹാഫ, പെർസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർ ചോദിക്കൂല. ഇൽഹാഫ റൂട്ട് ലാം ഹാഫ, ലഹ്ഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു സാധനത്തിനെ ചുറ്റുക, കവർ ചെയ്യുക, ഓക്കെ, അതാണ് ലഹ്ഫ്. ഓക്കെ, അൽഹഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇൻസിസ്റ്റ് ചെയ്യുക, അത് കിട്ടണം എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതിനാണ് അൽഹഫ എന്ന് പറയുന്നത്. ഓക്കെ, അള്ളാഹു പറയണില്ല യസ്അലൂന അന്നാസ ഇൽഹാഫ. നമ്മളെ കുട്ടികൾ ചിലപ്പം ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചോക്ലേറ്റോ കാര്യങ്ങളോ കണ്ടാൽ അത് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നാലെ നടക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് അൽഹഫ എന്ന് പറയുന്നത്. ഓക്കെ, അവര് അതിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കും, അത് അവർ മറക്കുകയില്ല കിട്ടുന്നത് വരെ അല്ലെ. സുബ്ഹാനല്ലാഹ്, അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇൽഹാഫ്. പക്ഷെ ഈ ടൈപ്പ് ആൾക്കാർ, ഇവിടെ ഇപ്പൊ പറഞ്ഞ ആൾക്കാർ, അവരെന്താണ്? ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ, അവര് അങ്ങനെ പെർസിസ്റ്റന്റ് ആയിട്ട് വെറുപ്പിച്ചുകൊണ്ട് ചോദിക്കുകയില്ല, അവര് ചോദിക്കുന്നേ ഇല്ല. സുബ്ഹാനല്ലാഹ്, അവര് യാചിക്കൂല അല്ലെ, അവരത് ചെയ്യൂല. പക്ഷെ നിങ്ങൾ അവരെ കണ്ടറിഞ്ഞ് ചെയ്യണം, അവരുടെ മുഖത്ത് അത് കാണും നിങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അവരുടെ ജീവിതത്തിൽ നിന്ന് അടയാളത്തിൽ നിന്ന് നിങ്ങൾക്കത് കാണാൻ പറ്റും. തുടർന്ന് അള്ളാഹു നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, വമാ തുൻഫിഖൂ മിൻ ഖൈർ, നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സമ്പത്തിൽ നിന്ന്, ഓക്കെ, എന്ത് നല്ലത് ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഫഇന്നല്ലാഹ ബിഹി അലീം, അള്ളാഹു അതിനെ കുറിച്ച് അറിയുന്നവനാണ്. അള്ളാഹുവിന് ശരിക്കും അറിയാം. സുബ്ഹാനല്ലാഹ്, അപ്പം ഇവിടെ മിൻ ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഖൈർ എന്ന് പറഞ്ഞാല് നല്ലത്, നല്ല കാര്യങ്ങളെന്നുണ്ട്. പ്ലസ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന ഖൈർ എന്ന് പറഞ്ഞാൽ സമ്പത്തിന് പറയാം അല്ലെ. സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള സമ്പത്താണ്? ധാരാളമായിട്ടുള്ള അല്ലെ, കുറേ ഉള്ള സമ്പത്ത്, ഏറ്റവും ഉത്തമമായ സമ്പത്ത്, ഗുഡ് ക്വാളിറ്റി ആൻഡ് ലോട്ട് ഇൻ ക്വാണ്ടിറ്റി, ഒരുപാട് അളവും ഒരുപാട് നന്മയുമുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ആളുകളുടെ അടുത്തൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള
മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കാതെ അള്ളാന്റെ അടുത്ത് മാത്രം ചോദിക്കുന്ന മോഡസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. അവർ യാചിക്കൂല, ചോദിക്കൂല, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം നിങ്ങൾ ചെലവഴിക്കുന്ന നിങ്ങളുടെ ഹയറായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ധാരാളമായിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുക. അപ്പം അങ്ങനെ ചെലവഴിക്കുകയാണെങ്കിൽ അള്ളാഹു എന്താ പറയുന്നത്? ഇന്നല്ലാഹ ബിഹി അലീം. അള്ളാഹ്ക്ക് അത് അറിയാം. അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹ്ക്ക് അറിഞ്ഞാൽ എന്താ ഗുണം? അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം തരും, അല്ലെ? അള്ളാഹ് തരുന്ന കാര്യമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അല്ലെ? അള്ളാഹ് കംപ്ലീറ്റ് ആയിട്ടും അതിന്റെ ഏത് രീതിയിലാണ് അള്ളാഹിന്റെ സ്റ്റാൻഡേർഡിൽ അള്ളാഹു കംപ്ലീറ്റ് ആയിട്ട് അത് നമുക്ക് തിരിച്ചു തരും. അള്ളാഹു നിങ്ങളെ കെയർ ചെയ്യും. നിങ്ങളുടെ ആവശ്യത്തിന് അള്ളാഹു നിങ്ങൾക്ക് സഹായം ഇറക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഇനി ഈ ഒരു കാര്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ഇതിന് ലെസൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത്? നമ്മൾ ചാരിറ്റി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെ, അള്ളാഹു ഒരു മാർഗം നമുക്ക് പറഞ്ഞു തരാണ്. നിങ്ങൾ ഇന്ന സ്ഥലത്ത് ചെലവഴിക്കണം. എവിടെയാ ചെലവഴിക്കേണ്ടത്? ആവശ്യക്കാരിൽ, ലൈക് ഫക്കീറായിട്ടുള്ള ആൾക്കാരെ. എസ്പെഷ്യലി അവര് ചിലപ്പോ അവരെ കാണുമ്പോൾ നമുക്ക് അത്ര ദാരിദ്ര്യം തോന്നില്ല. അവരുടെ വീട്ടിലും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവര് അള്ളാന്റെ മാർഗത്തിലായതുകൊണ്ട് അവർക്ക് ഒരുപാട് സമ്പാദിക്കാനും അവർക്ക് വേണ്ടി ഉണ്ടാക്കാനും അവർക്ക് പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. അവർക്ക് അധികം സമയമില്ല അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അവർ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത ആൾക്കാരായതുകൊണ്ട് അപ്പം അവരെ മേലെ നിങ്ങൾ ചെലവഴിക്കുക. അപ്പോൾ അവരെ മേലെ ചെലവഴിക്കുക. അവരുടെ മേലെ നിങ്ങളുടെ കയ്യിലുള്ള എന്തൊരു ഹയറായിട്ടുള്ള കാര്യങ്ങളും ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ഉണ്ടാവും. അവർക്കും എന്തായാലും പ്രതിഫലം ഉണ്ട്. കാരണം അവർ അത്രയും അള്ളാന്റെ മാർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും തരും. കാരണം നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യണം, അല്ലെ? ഇപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം ഒന്ന് ആലോചിച്ചോക്കെ. എത്ര മാതിരി ഹദീസുകളാണ് അദ്ദേഹം നെറേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. സോ മച്ച്, കണക്കില്ലാത്ത നോളജാണ് നമ്മളിലേക്ക് അദ്ദേഹത്തിൽ നിന്ന് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത ഓരോ വ്യക്തികൾക്കും, അദ്ദേഹത്തിന് ഒരു നേരം ഭക്ഷണം കൊടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും സുബ്ഹാനല്ലാഹ് അവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടാണ്, അല്ലെ? അവര് പഠിപ്പിച്ച ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതിന്റെ പ്രതിഫലം അവർക്കും കൂടെ കിട്ടുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടുത്തടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്ത ഇൽമിന്റെ പ്രതിഫലം ഈ അദ്ദേഹത്തിന് സ്പോൺസർ ചെയ്ത ആൾക്കാർക്കും കൂടെ കിട്ടുകയാണ്. അപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സ്പോൺസർ ചെയ്യുന്നതിലൂടെ എന്താണ്? പ്രതിഫലം വാരി കൂട്ടുകയാണ്, അല്ലെ? നമുക്ക് ശരിക്കും സ്വന്തമായിട്ട് ആസാറുകൾ ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാർക്ക് ധാരാളമായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇത് നമ്മൾ വിചാരിക്കണ്ടാവും ഇപ്പൊ അങ്ങനത്തെ അബൂ ഹുറൈറയൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ലാലോ എന്നല്ലേ? ഇന്നത്തെ കാലത്ത് അബൂ ഹുറൈറയൊന്നും എന്തായാലും ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളെ പണം ഒക്കെ നമ്മൾ എവിടെയാ ചെലവഴിക്കണ്ടേ? അള്ളാന്റെ മാർഗത്തിൽ, അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ നടക്കുന്ന ഒരുപാട്, അതായത് ഒരു ഇൻഡിവിജ്വലിന് കൊടുത്തോളണമെന്നില്ല, അല്ലെ? കാരണം അങ്ങനത്തെ കോസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് നോൺ പ്രോഫിറ്റ്, അതായത് ഡൊണേഷന്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവര് ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പകർന്നു കൊടുക്കുകയും, അല്ലെ, അത് ബുക്കുകളായിട്ടും പല രീതിയിൽ ഇൽമിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ കേൾക്കേണ്ട ഇൽമൊക്കെ പണ്ടേ ഉള്ളതല്ലേ, അവരിപ്പോ എന്താ പുതിയതായിട്ട് നിലനിർത്തുന്നത്? ഇൽമ ശരിക്കും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സെയിം ഇൽമ നമ്മളെ ഖുർആനും സുന്നയും തന്നെ ഓരോ കാലഘട്ടത്തിലെ ആളുകൾക്ക് മനസ്സിലാവുന്ന, ഓരോ കാലഘട്ടത്തിലെ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ റീഫ്രെയിം ചെയ്ത്, അല്ലെ, ഡിസ്ക്രൈബ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യം എന്തായാലും ഉണ്ട്. ഓരോ സമൂഹത്തിലേക്കും സെയിം ഇൽമ എത്തിച്ചു കൊടുക്കേണ്ട, ആ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ പഠിപ്പിച്ചും എഴുതിയും, അല്ലെ, ഗ്രന്ഥങ്ങളായിട്ടും ബുക്കുകളായിട്ടും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകളായിട്ടും അക്കാഡമീസ് ആയിട്ടും കോഴ്സസ് ആയിട്ടും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അതുപോലെ ദീനിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ, ഇനി ഈവൻ ന്യൂ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുണ്ട് സുബ്ഹാനല്ലാഹ്, ന്യൂ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുറെ, കാരണം അവർ ഒരു തരത്തിൽ ഇസ്ലാമിനെ നിലനിർത്തുകയാണ്, അല്ലെ? ഇനി ഹിഫ്ള്, കാരണം അത് ഖുർആനെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു പ്രോമിസ് ആണ് ഖുർആനെ നിലനിർത്തുക എന്നുള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങനത്തെ ഒരുപാട് 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 സംഘടനകൾ തന്നെ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ? അവരൊക്കെ അതിനകത്ത് പ്രത്യേകിച്ച് നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആളുകളിൽ നിന്ന് പൈസ വാങ്ങാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, അല്ലെ? അവരൊക്കെ എന്തിന്റെ മേലെ നിലനിന്ന് പോണത്? ഡൊണേഷൻസിന്റെ മേലെ. അവർക്കും എംപ്ലോയീസ് ഉണ്ട്, അല്ലെ? അതായത് ഒരു എംപ്ലോയി എന്നുള്ള പേരും സാലറിയും ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. സുബ്ഹാനല്ലാഹ്.
അപ്പം അവരൊക്കെ ജീവിതങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അതിന്റെ റെന്റ് പേ ചെയ്യുന്നതും ഒക്കെ ഡൊണേഷൻസിലൂടെ നടക്കുന്നതായിരിക്കും. അല്ലെ? അപ്പം സാധാരണഗതിയിൽ ആളുകൾ ഇതൊന്നും കണ്ടറിഞ്ഞൊന്നും കൊടുക്കൂല അല്ലെ. ഒന്നെങ്കിൽ അവരെടുത്തത് ആ ഡൊണേഷൻ വേണം, ഇന്ന ചാരിറ്റി ഡ്രൈവ്, ഇന്ന ഫണ്ട് റൈസിങ് ഡ്രൈവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലേ കൊടുക്കുള്ളൂ. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അവരെ പേരൊക്കെ എഴുതി എന്താണ് റെസീപ്റ്റ് ഒക്കെ എഴുതുന്ന ഒരു സാഹചര്യങ്ങളിലൊക്കെ ആൾക്കാർ കൊടുക്കുള്ളൂ. അല്ലാണ്ട് കണ്ടറിഞ്ഞ് പിന്നിൽ നിന്നും കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടോ, ഞാൻ എന്തെങ്കിലും തരട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ വളരെ 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 കുറവാണ്. വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കണ്ടറിഞ്ഞ് കൊടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റവും പ്രതിഫലാർഹമായ ഒരു കാര്യമെന്നാണ് പറയുന്നത്. കാരണം അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അവർ സ്പ്രെഡ് ചെയ്യുന്ന ഓരോ ഇൽമുകളും, അവർ പകർന്നു കൊടുക്കുന്ന ഓരോ നന്മകളും, അവർ ദീൻ നിലനിർത്താൻ വേണ്ടി എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളിലും നമ്മൾ ഭാഗഭാക്കുകളാകുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ പേരും ഇതൊന്നും വന്നിട്ടില്ലെങ്കിലും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു ബെസ്റ്റ് കോസ് കണ്ടുപിടിച്ച് അതിനകത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് കൂടുതൽ പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ്. ഇനി മറ്റൊരു ലെസൺ എന്ന് പറയുന്നത് നമുക്ക് അല്ലെ, നമ്മൾ ആവശ്യക്കാരാവുമ്പോഴും ചോദിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക. ആൾക്കാരെടുത്ത് ചോദിക്കുന്നതിൽ നിന്ന്, ആൾക്കാരെടുത്ത് യാചിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക. നമ്മൾ കൈകൾ മറ്റുള്ളവരുടെ മുന്നിൽ നിവർത്തി കാട്ടുന്നതിൽ നിന്ന് മാറി നിൽക്കുക. സുബ്ഹാനല്ലാഹ്. സുനൻ നസായിയിൽ വന്നിട്ടുള്ള ഹസനായിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. അതിനകത്ത് അബ്ദുറഹ്മാൻ ബിൻ അബു സഈദ് അൽ ഖുദ്രി അദ്ദേഹം പറഞ്ഞതായിട്ട്, അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് അദ്ദേഹം ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പം ഇരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞിട്ട് ഇപ്രകാരം പറയുണ്ടായി: മനിസ്തഗ്ന അഗ്നാഹുല്ലാഹു അസ്സ വജൽ. ആർക്ക് അഗ്ന ആവണം, അതായത് ഇൻഡിപെൻഡന്റ് ആവണം, സ്വയം ഗനി ആവണം അല്ലെ, അതായത് ആവശ്യമൊന്നും ഇല്ലാണ്ട് സ്വയം സഫീഷ്യന്റ് ആയിട്ട് ആവണം, അള്ളാഹു അവനെ എന്താക്കും, അഗ്ന ആക്കും, ഗനിയാക്കും. സുബ്ഹാനല്ലാഹ്. പിന്നെ ആർക്ക് ആളുകളോട് ചോദിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം, അതായത് എന്തെങ്കിലും അവരടുത്ത് ചോദിച്ചു കിട്ടുക, ഇവരടുത്ത് ചോദിച്ചിട്ട് കിട്ടുക എന്നുള്ള ആ ഒരു മോഡൽ ആഗ്രഹം ഉണ്ടാവില്ല, അതിൽ നിന്ന് മാറി നിൽക്കണോ, അള്ളാഹു അവനെ അങ്ങനെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സഹായിക്കും. ആർക്ക് സ്വയം തൃപ്തനാണ്, അതായത് എൻ്റെ അടുത്തുള്ളത് കാഫി ആണ്, ഓക്കെ, എൻ്റെ അടുത്തുള്ളത് മതി എന്നുള്ള ആ ഒരു കാഫി ഫീലിംഗ് ആർക്ക് വേണോ, അള്ളാഹു അവനെ സഫിഷ്യന്റ് ആക്കും. അള്ളാഹു അവന്റെ കയ്യിലുള്ളത് വെച്ചിട്ട് അവനെ സഫിഷ്യന്റ് ആക്കും. വമൻ സഅല വലഹു ഖീമത്തു ഉഖിയത്തിൻ ഫഖദ് അൽഹഫ. ആര് അവന്റെ കയ്യിൽ ഒരു ഉഖിയ, അതായത് ഒരു ചെറിയൊരു നാണയം ഒക്കെ പോലും കയ്യിൽ ഉണ്ടായിട്ടും അവൻ ചോദിക്കുന്നുവോ, അവൻ ഭയങ്കര എന്താണ്, ഫഖദ് അൽഹഫ. നമ്മൾ നേരത്തെ പറഞ്ഞ വാക്ക് അൽഹഫ അല്ലെ, അവൻ അത് ഡിമാൻഡിങ് ആണ്, അവൻ ആളുകളെ വെറുപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നത്. ഒരു ഉഖിയ, ഒരു ചെറിയൊരു നാണയത്തൊട്ട് പോലും കയ്യിൽ ഉണ്ടായിട്ട് അവൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അവൻ ശരിക്കും എന്താണ് ചെയ്യുന്നത്, ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബെഗ് ചെയ്തുകൊണ്ട്, യാചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ ചോദിക്കാൻ വന്ന വ്യക്തി വിചാരിക്കും എന്റെ കയ്യിൽ യാക്കൂത്ത എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണൊട്ടകമുണ്ട്, അത് ഉറപ്പായിട്ടും ഈ ഊക്കിയനേക്കാളും വാല്യൂ ഉള്ളതാണ് അല്ലെ. ഒരു ഇതിന്റെ ഈ ഹദീസിന്റെ മലയാളം ടെക്സ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, ഹദീസാണത്. അപ്പം ഈ ഊക്കിയ എന്ന് പറയുന്ന നാണയത്തുട്ടിനേക്കാളും വാല്യൂ ഉള്ളതാണ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു പെണ്ണൊട്ടകം. അപ്പൊ ഈ ചോദിക്കാൻ വന്ന ആള് ഒന്നും ചോദിക്കാതെ തിരിച്ചു പോകും. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പൊ നമ്മളെ അടുത്തൊക്കെ എന്തായാലും ഓക്കെയേക്കാൾ കൂടുതൽ ഉള്ള ആൾക്കാർ തന്നെയാണ് നമ്മള്. സുബ്ഹാനല്ലാഹ്. അപ്പം എൻ്റെ കയ്യിൽ ഒരു ഒട്ടകം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തിരിച്ചു പോകും അല്ലെ. നമ്മളതിൽ എന്തെങ്കിലും ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര ദാരിദ്ര്യമാണ് അല്ലെ. എൻ്റെ പാരൻസിന് എനിക്ക് വേണ്ടി ഒരു റൂം എൻ്റെ വീട്ടിൽ തരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ദാരിദ്ര്യമാണ്. സ്വന്തമായിട്ട് ഒരു വീട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ദാരിദ്ര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ ചോദിക്കണം, ആൾക്കാരോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മള്. പക്ഷെ അള്ളാഹു ഓക്കെ എനിക്ക് ഞാൻ തന്നെ മതി, അല്ലെങ്കിൽ അള്ളാഹ് തരുന്നത് മതി, ഞാൻ അതുകൊണ്ട് കാഫിയാണ്, അതുകൊണ്ട് ഞാൻ റിന ഉള്ള ആളാണ് അല്ലെങ്കിൽ റിദ ഉള്ള ആളാണെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരും. സുബ്ഹാനല്ലാഹ്. റിച്ച് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരെക്കാൾ നമ്മളെ അള്ളാഹു റിച്ച് ആക്കും. ശരിക്കും റിച്ച്നെസ് എന്ന് പറയുന്നത്, സമ്പത്ത് അല്ലെങ്കിൽ ധനികത എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ റിച്ച്നെസ് ആണ് അല്ലെ, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുടെ റിച്ച്നെസ് അല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് പോരാ, നമ്മളെ കയ്യിലുള്ളതില്ല അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ സമ്പത്ത് ഇല്ല എന്നുള്ള ചിന്തയാണെങ്കിൽ
ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെപ്പോഴും അള്ളാഹു അത് കിട്ടിയിരുന്നെങ്കിൽ, ഇത് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെയായിരുന്നെങ്കിൽ, ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് അള്ളാഹു നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. ഈവൻ ദാനധർമ്മങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് അത് കിട്ടിയാൽ ദാനം ചെയ്യാമായിരുന്നു, ഇത് കിട്ടിയാൽ ദാനം ചെയ്യാമെന്ന് തോന്നിപ്പിക്കും. അതേസമയം നമ്മളെ കയ്യിലുള്ളതിനെ കൂടുതൽ കാണുകയും അത് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രോമിസാണ്, അള്ളാഹു അത് 700 ഇരട്ടിയായിട്ട്. ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ ആരും പോകാറല്ല അല്ലെ. ശരിക്കും എല്ലാവരുടെ മുമ്പിലും ധനികനാവാനുള്ള വഴി അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ട്. നമുക്ക് വെറുതെ തോന്നുവാണ് നമ്മള് പൂവറാണെന്ന്. നമ്മളെ കയ്യിലുള്ളത് നമ്മൾ അള്ളാഹു അതും കൊടുക്കാൻ പറഞ്ഞതും അങ്ങനെയാണ് അല്ലെ. നിങ്ങൾക്ക് ഞാൻ നൽകിയ, അവർക്ക് ഞാൻ നൽകിയത് എന്നാണ് അവർ ചെലവഴിക്കുന്നത് അല്ലെ. അപ്പം നമ്മുടെ അടുത്ത് നൽകിയത് ചെലവഴിക്കുമ്പോൾ എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് യുവഫയിലേക്ക്, നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തരുന്നില്ല. 700 അതിൽ കൂടുതലോ ഇരട്ടി അള്ളാഹ് തരും. പിന്നെയും കൊടുക്കുക, പിന്നെയും തരാം, പിന്നെയും കൊടുക്കുക, പിന്നെയും തരാം. ആരാ ഇവിടെ പാവമായിട്ടുള്ളത്? സുബ്ഹാനല്ലാഹ്. അപ്പം ശരിയായ റിച്ച്നെസ് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ റിച്ച്നെസ് ആണ്, ഹൃദയത്തിന്റെ തൃപ്തിയാണ് ശരിയായ തൃപ്തി. സുബ്ഹാനല്ലാഹ്. ഒരു വ്യക്തിക്ക് എന്റെ കയ്യിലുണ്ട്, ആവശ്യത്തിനുണ്ട്, എനിക്ക് കാഫി ആണ്, ഞാൻ സഫീഷ്യന്റ് ആണെന്ന് ആ വ്യക്തി ചിന്തിച്ചു കഴിഞ്ഞാൽ, തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന് ധാരാളമായിട്ട് കൊടുക്കും. അവന്റെ കയ്യിലുള്ളത് വെച്ചിട്ട് അവന് ധാരാളമായിട്ട് ചെയ്യാനും അതുവഴി ധാരാളമായിട്ട് അവന് സമ്പാദിക്കാനും പറ്റും. അതിൽ അവൻ ധാരാളമായിട്ട് റബ്ബിന് നന്ദി കാണിക്കുമ്പോൾ എന്താണ്, അള്ളാഹു വീണ്ടും ധാരാളമായിട്ട് കൊടുക്കും അല്ലെ. നന്ദി കാണിക്കുന്നവന് അവന് അള്ളാഹു കൊടുക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ വ്യക്തിക്ക് വീണ്ടും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാൻ പറ്റും. അങ്ങനെ ആവശ്യങ്ങൾ കണ്ടറിയുമ്പോൾ അള്ളാഹു അവനെ വീണ്ടും സഹായിക്കും. ശരിക്കും ഒരു ഭയങ്കര ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണ് അല്ലെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയോ? ഈമാനിൽ നിന്ന് വരുന്നതാണ്. ഈമാൻ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ, ചെറിയൊരു ഫൗണ്ടേഷൻ ഒന്നും അല്ല അത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, അതേവഴി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ, അതേവഴി നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് മാത്രം മതി. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ഒരു ഹൃദയം മാത്രം മതി നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും അടിപൊളിയായിട്ട്, ഏറ്റവും ഹാപ്പി ആയിട്ട്, ഏറ്റവും കണ്ടന്റഡ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും അങ്ങനെ ജീവിച്ച ഭൂമിയിലെ സ്വർഗത്തിലുള്ള ഹൃദയത്തിന് എങ്ങനെയാ പരലോകത്തെ സ്വർഗം നഷ്ടപ്പെടുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഉള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നാൽ നമ്മൾ എന്റെ പ്രശ്നങ്ങൾ, എന്റെ ആവശ്യങ്ങൾ, എന്റെ ദാരിദ്ര്യം, എന്റെ ഇല്ലായ്മ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണാൻ പറ്റില്ല, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുകയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുകയില്ല. നമ്മൾ നന്ദിയില്ലാത്ത ആൾക്കാരായിരിക്കും. നമുക്കില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ നന്ദിയില്ലാത്ത ആൾക്കാരായിരിക്കും. നന്ദിയില്ലാത്ത ആൾക്കാർക്ക് അള്ളാഹ് പിന്നെ കൊടുക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. നന്ദിയുള്ളവർക്കാണ് അള്ളാഹു കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പം വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ എത്ര ആവശ്യമുള്ളപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കാതിരിക്കുക, റബ്ബിന്റെ അടുത്ത് ചോദിക്കുക, തന്നതിന് അൽഹംദുലില്ലാഹ് പറയാ, ഉള്ളത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു വീണ്ടും 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 തരും. നമ്മളെ കൈ നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ നീട്ടുന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മളെ തന്നെ ഇൻസൾട്ട് ചെയ്യാണ്. എപ്പോഴും അപ്പർ ഹാൻഡ് ആണ് എന്ത് ലോ ഹാൻഡിനേക്കാളും നല്ലതില്ല. അതായത് കൊടുക്കുന്ന കൈകളാണ് വാങ്ങുന്ന കൈകളെക്കാൾ ഏറ്റവും ഉത്തമം. സുബ്ഹാനല്ലാഹ്. അപ്പം കൊടുക്കുന്ന ആളുകളിൽ പെട്ട ആൾക്കാരാവട്ടെ, നമ്മൾ വാങ്ങുന്നത് അള്ളാന്റെ അടുത്ത് നിന്ന് മാത്രം ആവട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പം കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. എന്തും കൊടുത്തോണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് അള്ളാഹു തരുന്നത് എന്തും നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും, ഞാനും നിങ്ങളും ഓക്കെ, നമ്മളൊന്നും ആൾക്ക് വലിയ കൊടുപ്പുകാരാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും റീസെറ്റ് ചെയ്ത് ഒന്നിന്ന് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ അല്ലെ. കാരണം കൊടുത്തത് പലതും നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മളെ മണ്ണിലും ആയാലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. നമ്മളെ അടുത്തുള്ളത് പരമാവധി കൊടുത്തോണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അള്ളാഹു നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് എത്രയും സമ്പാദിച്ചു കൂട്ടണം, അപ്പോഴാണ് നമ്മൾ റിച്ച് ആവുന്നത്. നമ്മൾ റിച്ച് ആവുമ്പോഴാണ് നമ്മൾ ഗ്രേറ്റ് ആവുന്നത് എന്നൊക്കെ അല്ലെ. ശരിക്കും നമ്മൾ അതുവഴി നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്ന കാര്യമാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ശരിക്കും നമ്മളെ തന്നെ ഇൻസൾട്ട് ചെയ്യാണ് ചെയ്യുന്നത്, ഹ്യൂമിലിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ യാചിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ തന്നെ ഹ്യൂമിലിയേറ്റ്, നമ്മളെ തന്നെ ഇൻസൾട്ട് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് യാചന എപ്പോഴും അള്ളാന്റെ അടുത്ത് മാത്രം മതി, ആളുകളുടെ അടുത്ത് വേണ്ട. സുബ്ഹാനല്ലാഹ്. ഇനി പലരും സുബ്ഹാനല്ലാഹ് കാക്കട്ടെ, നമുക്ക് പ്രത്യേകിച്ച് ഈ ചാരിറ്റി ഫീൽഡിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം, കിട്ടാൻ വേണ്ടിയിട്ട് കളവ് പറയുന്നവരും അല്ലെ, പല രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറഞ്ഞ് നേടുന്നവരും ഒക്കെ വളരെ ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇല്ലാഞ്ഞിട്ട് ചോദിക്കുന്നത് തന്നെ വളരെ മോശമാണെന്ന് പറയുമ്പോൾ അത് കളവ് പറഞ്ഞ് ചോദിച്ച് വാങ്ങുന്നത്
അത് അങ്ങേയറ്റം മോശപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഇല്ലെങ്കിൽ പോലും ഉണ്ട്, എന്റെ റബ്ബ് മതി എനിക്ക് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റബ്ബ് നമ്മളെ മതിയാക്കും എന്ന് റബ്ബ് തരുന്ന ഉറപ്പുണ്ടാവുമ്പോ അല്ലെ, അതിനകത്ത് ഈമാൻ ഉണ്ടാവുന്ന വ്യക്തികൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അതിന്റെ അടുത്ത ലെവലിലേക്ക് പോയി കളവ് പറഞ്ഞും അങ്ങനെയൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുമ്പോൾ അത് ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യമാണ്. അത് അതിന്റെ ഒരു സ്മോൾ ലെവൽ. ഇനി വലിയ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെന്റും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പല കള്ളരേഖകളും ഉണ്ടാക്കി അല്ലെ, ഒരു എന്താണ് 20 റുപ്യന്റെ എത്രയാണെന്നറിയില്ല റേഷൻ ഷോപ്പിൽ നിന്ന് അരി കിട്ടുന്ന ആ പൈസ കുറച്ച് അരി കിട്ടാൻ വേണ്ടി വരെ നമ്മൾ എന്തൊക്കെ കളവുകൾ ചെയ്യും. ലൈക്ക് എന്തോ കളർ മാറ്റി റേഷൻ കാർഡ് ആക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ടും ഈ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അത് ശരിക്കും കളവെന്നല്ല, അതിനൊക്കെ ഖിയാന, ചതി എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ അത് വലിയ പാപങ്ങളിൽ പെട്ടതും കൂടെയാണ്. നമ്മൾ വിചാരിക്കുന്ന ആ കാഫറായ ഗവൺമെന്റ് അല്ലേ അവരുടെ അടുത്തുനിന്ന് മാക്സിമം അങ്ങോട്ട് എടുക്കാൻ വേണ്ട, അത് നമുക്ക് വേണ്ട. കാരണം നമുക്ക് അള്ളാഹ് തന്നിട്ടുണ്ട് ആവശ്യമുള്ള തൊയ്യബായിട്ടുള്ള മണി മതി, പൈസ മതി നമുക്ക്, അല്ലെ ഹലാലായിട്ടുള്ളത് മതി. നമ്മൾ ഹലാലായിട്ടുള്ളത് സ്പെൻഡ് ചെയ്താലും മതി. നമ്മൾ ഇത്തരത്തിൽ ഉണ്ടാക്കിയ പൈസ, അതുപോലെ എന്തെങ്കിലും പെൻഷൻ, ആ പെൻഷൻ ഈ പെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട്, വിധവാ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ മരിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഡിവോഴ്സ് ആക്കി എന്ന് പറയുന്നതും, അങ്ങനെ പല 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 പേപ്പേഴ്സ് സംഘടിപ്പിച്ചത് പല ആനുകൂല്യങ്ങളും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൈസ ശരിക്കും നമ്മൾ ഹലാലായ പൈസ ഇല്ല, അത് നമ്മൾ ചാരിറ്റിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചാരിറ്റി പോലും ഹബീസ് ആയിട്ടുള്ള പൈസയിൽ നിന്ന് ചെലവഴിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ സ്വയം നശിപ്പിക്കുകയാണ്. നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ നന്നാക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെ സമ്പാദിച്ചു കഴിഞ്ഞാലും ഒരു ആക്സിഡന്റിൽ ഹോസ്പിറ്റലിൽ കൊടുത്ത് തീരാവുന്ന പൈസയെ നമുക്ക് അതിനകത്ത് ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പം തെറ്റായ വഴികളിലൂടെ പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ ചിന്തിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്, നമ്മളെ പ്രൊവൈഡേഴ്സ് പടച്ചോനാണ്, അള്ളാഹു ആണ്, മനുഷ്യന്മാരല്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് ആവശ്യം ഉണ്ടാവും, നമ്മളെ ആവശ്യങ്ങൾ നടത്തേണ്ടത് റബ്ബാണെന്ന് മനസ്സിലാക്കുക. ആളുകളിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആളുകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടേയിരിക്കും, ഒരു കാലത്തും നമ്മൾ ഫുൾ ആവില്ല. എന്നാൽ റബ്ബിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബിന്റെ ഖസാഇനിലെ റബ്ബിന്റെ ഖജാനകൾ, ട്രഷേഴ്സ് ഒരിക്കലും അവസാനം ഇല്ലാത്തതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, ആകാശത്ത് നിന്ന് ഈ പെയ്യുന്ന മഴ ആരുടെ ഇതാണ്? റബ്ബിന്റെതാണ്. ആ മഴ ഭൂമിയിലേക്ക് പെയ്യുന്നത് കൊണ്ടാണ് ഈ ഭൂമിയിലുള്ള സകലമാന റിച്ച്നെസ്സും അല്ലെ, അതായത് ചെടികൾ വളരുന്നു, അതിൽ നിന്ന് ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാവുന്നു, അത് വിൽക്കുന്നു, അത് മൃഗങ്ങൾക്ക് ഭക്ഷണമാവുന്നു, അങ്ങനെ 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 അതിൽ നിന്നാണ് എല്ലാം ഭൂമിയിൽ ഉണ്ടാവുന്നത് അല്ലെ. അപ്പം എല്ലാ റിസ്ക്കും അള്ളാന്റെ കയ്യിലുണ്ട്. അള്ളാഹ്ക്ക് അതൊന്നും തരാൻ യാതൊരു പ്രയാസവും നമുക്കില്ല. പക്ഷെ നമ്മൾ അള്ളാന്റെ അടുത്ത് നിന്നാണ് കിട്ടുന്നത് എന്ന് ഉള്ള ആ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആളുകളുടെ പിന്നാലെ പോകുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? നമ്മൾ ആൾക്കാരെ പിന്നാലിട്ട് ഓടിക്കും. അവന് ഓടി തീരട്ടെ അല്ലെ, അവന് ഓടി 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 മനുഷ്യന്മാരെ അടുത്തുന്നത് തീരട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ പറയും, ഞാൻ അള്ളാഹിനോട് പറഞ്ഞിക്കണ് പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പോഴും വിശ്വാസം ഈ കാണുന്ന ആൾക്കാരെയാണ്. വൈബായിട്ടുള്ള അള്ളാഹുല് നമ്മളുടെ വിശ്വാസം, നമ്മളുടെ ഈമാനും ഒക്കെ ഇപ്പോഴും ഷേക്കിയാണ്. അതുകൊണ്ട് നമ്മളെ പ്രശ്നങ്ങളൊന്നും ഒരു കാലത്തും തീരലും ഇല്ല. സുബ്ഹാനല്ലാഹ്, നമുക്ക് ആളുകളോട് വീണ്ടും 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 ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം ഓർക്ക് നമുക്ക് എഴുതി വെച്ചത് നമുക്ക് തന്നെ കിട്ടും, അത് വേറെ ആർക്കും പോവുകയില്ല. അതുകൊണ്ട് നമ്മൾ അത് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് വാങ്ങണ്ട, കളവ് ചെയ്തിട്ട് വാങ്ങണ്ട, ചീറ്റ് ചെയ്തിട്ട് വാങ്ങണ്ട, യാചിച്ചിട്ട് വാങ്ങണ്ട. അള്ളാന്റെ അടുത്ത് ചോദിക്കുക, ഹലാലായ വഴികളിലൂടെ സമ്പാദിക്കുക, ഹലാലായ മാർഗത്തില് ചെലവഴിക്കുക, സദഖ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരും. ഉള്ളതിന് നന്ദി കാണിക്കുക, നന്ദി കാണിക്കുന്നവൻ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ നഅബ്ദുക ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. عليكم السلام.